Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. ആമേൻ. നമുക്ക് പ്രവചനത്തിനായിട്ട് നമുക്ക് ഇരുന്നാട്ടോ. പ്രവചനം. Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. Amen. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രബോധനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ള എഴുതപ്പെടാത്ത ചാക്രിക ലേഖനം, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അഭിമുഖം ചെയ്തതിലൂടെ ഉണ്ടായിട്ടുള്ള, അതുകൊണ്ടാണ് എഴുതപ്പെടാത്ത ചാക്രിക ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 7ാമത്തെ ഭാഗത്താണ് നമ്മൾ, അല്ലെങ്കിൽ 7ാമത്തെ അധ്യായം, പാപികൾ പക്ഷേ അഴിമതിക്കാരല്ല എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. അപ്പോൾ അതിൻ്റെ 5ാമത്തെ ചോദ്യം, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഈ അഭിമുഖം നടത്തുന്ന ആള് ചോദിക്കുകയാണ്. അപ്പം അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരം കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ 7ാം ഭാഗത്തിൻ്റെ 5ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, കത്തോലിക്ക സഭയിൽ പാപത്തേക്കാൾ കൂടുതൽ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് അഴിമതിയിലൂടെയാണ്. പത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി അക്കാര്യം മനസ്സിലാവും. അപ്പോൾ അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോൾ അതിന് മറുപടി കൊടുക്കുകയാണ്. അഴിമതി എന്നത് ഒരു പ്രവൃത്തിയല്ല, അതൊരു വ്യവസ്ഥയാണ്. വ്യക്തിപരമായ ഈ അവസ്ഥയിൽ നാം ജീവിക്കേണ്ടി വരികയാണ്. എന്നിട്ട് പിന്നെ പറയാണ്, അഴിമതിക്കാരൻ സ്വയം അടഞ്ഞു പോവുകയും സ്വയം പര്യാപ്തതയുടെ അലംഭാവത്തിൽ തൃപ്തി അടയുകയും ചെയ്യുന്നു. അപ്പോൾ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ നമ്മളത് കുറേ പറയുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഞാൻ ഒരിക്കൽ കൂടി അതിനെ പറയട്ടെ. അതായത് നമ്മൾ സാധാരണ എപ്പോഴും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ എല്ലാവരുടെ അടുത്തും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ അടുത്തും പരിചയക്കാരുടെ അടുത്തും എല്ലാം, നമ്മുടെ ബന്ധുമിത്രാദികളുടെ അടുത്തും എല്ലാം, പ്രത്യേകിച്ച് കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ പറയണത് എന്താ, എന്തു പറയും, സ്വന്തം കാലിൽ നിൽക്കണം അല്ലേ? അങ്ങനെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ പഠിക്കണം, മറ്റുള്ളവരുടെ സഹായമൊന്നും തേടാതെ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ആധ്യാത്മിക ജീവിതത്തിലും എന്താണ്, ദൈവത്തിൻ്റെ കൃപ ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? ദൈവത്തിൻ്റെ കൃപയുടെ ആവശ്യമില്ല. നിയമം അനുസരിക്കുന്നതിലൂടെ, മനസ്സിലാവുണ്ടോ, നിയമം അനുസരിക്കുന്നതിലൂടെ കാര്യങ്ങൾ നടക്കും. ദൈവകൃപയുടെ ആവശ്യമില്ല എന്ന് യഹൂദരും അല്ലെങ്കിൽ ഫരിസേരും നിയമത്തിലും അടങ്ങുന്ന ആ യഹൂദ അവിഭാഗം അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്വയം പര്യാപ്തത. മനസ്സിലാവുന്നു? അപ്പം അതിനെ അവർ ദൈവത്തിൻ്റെ കൃപയെ അവർ എന്താ പറയുക, മോശയുടെ 10 കൽപ്പനകളിലാണ് അധിഷ്ഠിതമായിക്കൊണ്ട് ആയിരുന്നു അവരുടെ ജീവിതം.
ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിലൂടെ വന്നിട്ടുള്ള കൃപയെ അവർ ആധാരമാക്കിയിട്ടുള്ള ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ അത് പെലാജിനിസം എന്നുകൂടി അതിനെ ആധ്യാത്മിക ജീവിതത്തിൽ ഉള്ള സ്വയം പര്യാപ്തതയെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് പെലാജിനിസം, പെലാജിയൻ എന്നുള്ള ഒരു അർത്ഥവും കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ സ്വയം പര്യാപ്തതയുടെ അലംഭാവം, അലംഭാവത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? സംതൃപ്തി അല്ലേ? സ്വയം പര്യാപ്തതയുടെ സംതൃപ്തിയിൽ തൃപ്തി അടയുകയും ചെയ്യുന്നു. ആര്? ഈ അഴിമതിക്കാരൻ. അഴിമതിക്കാരൻ സ്വയം അടഞ്ഞു പോവുകയും സ്വയം പര്യാപ്തതയുടെ സംതൃപ്തി കണ്ടോ, സ്വന്തം സ്വന്തം ശക്തി കൊണ്ട് കാര്യങ്ങൾ നടത്താം. അപ്പം ഈ അർത്ഥത്തിലാണ് ഈശോ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. എന്ത് പറഞ്ഞു? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം ഈ പഠന ബൈബിളിൽ നിന്ന് ഞാനൊന്ന് വായിക്കട്ടെ. അതിൻ്റെ ഫുട് നോട്ടിൽ എഴുതിയിരിക്കുകയാണ്. അധ്വാനിക്കല്ലേ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനം. അതിൻ്റെ ഫുട് നോട്ടിൽ ഞാൻ വായിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്ന് പറഞ്ഞിട്ട് പറയണം. നിയമജ്ഞരും ഫരിസേയരും നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയും ഉപവ്യാഖ്യാനങ്ങളിലൂടെയും മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഭാരമാണിവിടെ വ്യംഗ്യം. കണ്ടോ? അതായത് 10 കൽപ്പനകളിലൂടെ, മനസ്സിലായോ? അത് ആ ആധ്യാത്മിക ജീവിതം നയിക്കാൻ സാധിക്കും, അതിലൂടെ നമുക്ക് കൃപ ലഭിക്കും എന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു അങ്ങനെയുള്ള ആ ഒരു ചിന്താധാരയായിരുന്നു അവർക്ക്. 10 കൽപ്പനകളിലൂടെ, 10 കൽപ്പന പാലിച്ചാൽ മതി അവർക്ക് അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ള ആ ഒരു ചിന്താധാര. അതാണ് സ്വയം പര്യാപ്തതയുടെ ഒരു വശം. മനസ്സിലാവും? അപ്പോൾ യഹൂദർക്ക് എപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വസ്തുത. അപ്പം അതിൻ്റെ ഫുട് നോട്ടിൽ തന്നെ, ഈ പഠന ബൈബിളിൽ ഫുട് നോട്ടിൽ തന്നെ നുകം എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾ വായിച്ചാൽ മതിയായിരിക്കും. കാരണം അത് നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. കാരണം അത് വേറെ ഒരു ഇതിലേക്ക് പോകും നമ്മൾ പിന്നെ വായിച്ചാൽ. അപ്പോൾ 10 കൽപ്പനകളെ 613 ഉപകൽപ്പനകളാക്കി മാറ്റിക്കൊണ്ട്, അല്ലേ? ഇപ്പൊ സാബത്ത് ദിവസം എന്ത് ചെയ്യരുത്? വിറക് പെറുക്കരുത്, മറ്റൊരു ജോലിയും ചെയ്യരുത്, അല്ലേ? ഭക്ഷണം ഉണ്ടാക്കരുത്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തുണ്ട്? ഈ സ്വയം പര്യാപ്തത, ഇവിടെ പെലാജിനിസം എന്നുള്ള ഒരു വാക്കിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ സ്വയം പര്യാപ്തതയുടെ ആ സംതൃപ്തിയിൽ തൃപ്തി അടയുന്നു ഈ അഴിമതിക്കാരൻ എന്നുള്ളത്. അഴിമതിക്കാരൻ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയായിരുന്നു, അല്ലേ? അഴിമതി ആരാണ്, ശരിക്കും അഴിമതിക്കാരൻ ആരാണെന്നുള്ളത്. എന്നിട്ട് പറയാണ്, അയാൾ വളർത്തിയെടുത്തിട്ടുള്ള ആത്മവിശ്വാസം വഞ്ചനാപരമായ ഒരു പെരുമാറ്റത്തെ ആധാരമാക്കിയുള്ളതാണ്. അതിനു മുൻപ് ഉള്ള സെന്റൻസ് ഞാൻ വിട്ടുപോയി, അല്ലേ? അഴിമതിക്കാരൻ സ്വയം അടഞ്ഞു പോവുകയും സ്വയം പര്യാപ്തതയുടെ അലംഭാവത്തിൽ തൃപ്തി അടയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിനാൽ തന്നെ ആരെങ്കിലുമോ എന്തെങ്കിലുമോ ചോദ്യം ചെയ്യാൻ അയാൾ ആരെയും അനുവദിക്കുന്നില്ല. എന്നിട്ട് പിന്നെ പറയാണ്, അയാൾ വളർത്തിയെടുത്തിട്ടുള്ള ആത്മവിശ്വാസം വഞ്ചനാപരമായ ഒരു പെരുമാറ്റത്തെ ആധാരമാക്കിയുള്ളതാണ്. അപ്പൊ ഈ വഞ്ചനാപരമായ പെരുമാറ്റത്തെയാണ് ഞാൻ മിക്കപ്പോഴും പറയാറുള്ളൊരു വാക്കാണ്, അല്ലെങ്കിൽ എപ്പോഴും പറയുന്നൊരു വാക്കാണ് കപടത. മനസ്സിലായോ? എന്താണ് കപടത? ഉണ്ടോ? ഇല്ലേ? അയാൾ വളർത്തിയെടുത്തിട്ടുള്ള ആത്മവിശ്വാസം വഞ്ചനാപരമായ ഒരു പെരുമാറ്റം, ആ പെരുമാറ്റത്തെ ആധാരമാക്കിയുള്ളതാണ്. അപ്പോൾ ആ വഞ്ചനാപരമായ പെരുമാറ്റമാണ്, ആ ഒരു പെരുമാറ്റാവസ്ഥയാണ് എന്തെന്ന് പറയണത്? ഈ കപടത എന്ന് പറയണത്.
മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ കപടതയെ, വഞ്ചനാപരമായ ആ കപടതയെ ആധാരമാക്കിയുള്ളതാണ് ഇയാൾ വളർത്തിയെടുത്തിട്ടുള്ള ആത്മവിശ്വാസം. സ്വന്തം ജീവിതത്തിൻ്റെയും മറ്റുള്ളവരുടെയും പ്രതാപം കൊണ്ട് അവസരവാദപരമായ അവസരത്തിനൊത്ത് കുറുക്കുവഴികൾ സൃഷ്ടിച്ച് അതിലൂടെ അയാൾ ജീവിതം ചെലവഴിക്കുന്നു. അഴിമതിക്കാരൻ എപ്പോഴും പറയുന്നു, അത് ഞാനല്ലായിരുന്നു. നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്തത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ? എന്തെന്ന് പറയും നമ്മൾ? അത് ഞാനല്ല. മനസ്സിലാവുണ്ടോ? അത് ഞാനല്ല. ഇതാണ് അഴിമതി. നമ്മളും അഴിമതിക്കാരനും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? ഈ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ വേറെ എവിടെയോ ഇരിക്കണ അതൊരു അവസ്ഥയാണ് അല്ലെങ്കിൽ വ്യക്തിയാണെന്ന് വിചാരിച്ചേക്കരുത്. ആ അഴിമതിക്കാരന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. മനസ്സിലാവുണ്ടോ? അതാണ്, അത് ഞാനല്ലായിരുന്നു. അഴിമതിക്കാരൻ എപ്പോഴും പറയും, എന്ത് പറയും? അത് ഞാനല്ലായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴും പറയാറില്ലേ, നമ്മളുടെ ഒരു കുറ്റം, നമ്മൾ ചെയ്തൊരു കുറ്റം അല്ലെങ്കിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഞാനല്ലായിരുന്നു, ഞാൻ അങ്ങനെ അല്ലായിരുന്നു, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ സ്ഥിരം പറയണ ഒരു കാര്യമുണ്ട്. ഡെയിലി ഇത് പറയണ ഒരാളാണ് ഞാൻ. ഞാനല്ലായിരുന്നു, ഞാൻ അങ്ങനെ അല്ലായിരുന്നു, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, ഞാൻ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. ഇപ്പം ആരാണ് അഴിമതിക്കാരൻ ആരാണ്? മനസ്സിലാവുണ്ടോ? അപ്പം അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, അത് ഞാനല്ലായിരുന്നു എന്ന് നമ്മൾ എപ്പോഴൊക്കെ പറയുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മളായിരുന്നു. അതല്ല, മനസ്സിലായോ? നമ്മൾ അല്ലായിരുന്നു എന്ന് നമ്മൾ എപ്പോഴൊക്കെ പറയുന്നുണ്ടോ, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം അത് നമ്മളായിരുന്നു എന്നുള്ളത് കൂടി, ആ ഒരു സത്യാവസ്ഥയും കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്താണ്? അത് ഞാനല്ലായിരുന്നു. ഒറ്റ വാക്ക് വളരെ വെളിച്ചം തരുന്നതാണ്, അത് ഞാനല്ലായിരുന്നു. അപ്പൊ എന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞാണ്, എൻ്റെ മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു, അയാളുടെ വായിൽ വെണ്ണ ഉരുകുകയില്ല. ഉണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുത്തശ്ശി പറയാണേ, എൻ്റെ മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു, അയാളുടെ വായി, ഈ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞിപ്പോൾ ഈ പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവരുടെ വായിൽ വെണ്ണ ഉരുകുകയില്ല. അപ്പം എന്താണ് ഈ വെണ്ണ ഉരുകുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുളെന്താ? അത് നമുക്ക് അടിയിലോട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആ വെണ്ണ ഉരുകുകയില്ല അയാളുടെ വായിൽ, ഈ അഴിമതിക്കാരൻ എന്ന് നമ്മൾ കണ്ടെത്തിയല്ലോ. ഇപ്പോൾ ആരാണ് അഴിമതിക്കാരൻ? നമ്മളെല്ലാവരും, ഞാനും നിങ്ങളുമെല്ലാം അഴിമതിക്കാരനാണ്. മനസ്സിലായോ? അപ്പോൾ ആ അഴിമതിക്കാരായ നമ്മളിൽ എന്ത് സംഭവിക്കില്ല എന്ന്? അയാളുടെ വായിൽ വെണ്ണ ഉരുകുകയില്ല എന്ന്. അപ്പം അതെന്താണ് അങ്ങനെ പറയണത്? അതിൻ്റെ പൊരുളെന്താ? അപ്പം അത് നമുക്ക് അടിയിലോട്ട് വരുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും, ചിലപ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ട് അടിയിലേക്ക് പിന്നെന്താണ്? അഴിമതിക്കാരന് ദേഷ്യം വരുന്നു, കാരണം അയാളുടെ പേഴ്സ് മോഷ്ടിക്കപ്പെട്ടു. തെരുവുകളിൽ സുരക്ഷയില്ലാത്തതിനെ പറ്റി അയാൾ പരാതിപ്പെടുന്നു. കണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അയാൾ എന്തു പറയും അല്ലേ? അയാളുടെ പേഴ്സ് മോഷ്ടിക്കപ്പെട്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. തെരുവുകളിൽ സുരക്ഷയില്ലാത്തതിനെ പറ്റി അയാൾ പരാതിപ്പെടുന്നു. മനസ്സിലായോ? എന്നിട്ട് ഇപ്പം ഇയാളെന്താ ചെയ്യണേ? അല്ലെ നമ്മളെന്താ ചെയ്യണേ? എന്നാൽ നികുതി വെട്ടിച്ചുകൊണ്ട് രാജ്യത്തെ വഞ്ചിക്കുന്നവരാണ് അയാൾ. അതല്ലെങ്കിൽ അപ്പോൾ ഒരു കാര്യം എന്താണ്? എന്നാൽ നികുതി വെട്ടിച്ചുകൊണ്ട് രാജ്യത്തെ വഞ്ചിക്കുന്നവനാണ് അയാൾ. ഇനി അതല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം എന്താ? ഓരോ 3 മാസവും തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ട് സ്ഥിരമായി കരാറിൽ നിന്ന് രക്ഷ നേടുന്ന സൂത്രക്കാരനാണ് അയാൾ. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? അതും അല്ലെങ്കിൽ അയാൾ അവരെ ഔദ്യോഗികമായി ലിസ്റ്റിൽപ്പെടുത്താതെ തൊഴിലെടുപ്പിക്കുന്നുണ്ടാകാം. അപ്പം ഇതൊന്നും നമ്മളിനി ഒരുപാട് പറയേണ്ട കാര്യമില്ല, നമുക്ക് കാര്യം മനസ്സിലായല്ലോ. ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈ സമൂഹത്തിൽ കണ്ടിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പം അതിലൊരുപാട് വേറൊരു വാക്ക് ഇനി പറയേണ്ടതില്ല, അതിനെ ഒന്ന് മനസ്സിലാക്കി.
അപ്പോൾ അഴിമതിക്കാരനെ 3 തരത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആളുടെ 3 തലങ്ങളെ എന്തൊക്കെയാണ്? എന്നാൽ നികുതി വെട്ടിച്ചുകൊണ്ട് രാജ്യത്തെ വഞ്ചിക്കുന്നവരാണ് അയാൾ. 3 സ്വഭാവ രീതികളെ പറഞ്ഞു വയ്ക്കുകയാണ്. അതല്ലെങ്കിൽ ഓരോ 3 മാസവും തൊഴിലാളികളെ പിരിച്ചു വിട്ടുകൊണ്ട് സ്ഥിരമായി കരാറിൽ നിന്ന് രക്ഷ നേടുന്ന സൂത്രക്കാരനാണ് അയാൾ. അതുമല്ലെങ്കിൽ അയാൾ അവരെ ഔദ്യോഗികമായി ലിസ്റ്റിൽപ്പെടുത്താതെ തൊഴിലെടുപ്പിക്കുന്നുണ്ടാകാം. അങ്ങനെ 3 തലങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നിട്ട് സ്വന്തം സുഹൃത്തുക്കളുടെ മുൻപിൽ തൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് പൊങ്ങച്ചം പറയുന്നു. സ്വന്തം സുഹൃത്തുക്കളുടെ മുമ്പിൽ തൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് പൊങ്ങച്ചം പറയും. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നയാളാണ് അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നയാളാണ് അദ്ദേഹം. ഇന്നലെ ഒരാൾ പറയുണ്ടായി, ആളുടെ സുഹൃത്ത് ഒരു കത്തോലിക്കനാണ്. അപ്പോൾ ആ കത്തോലിക്കക്കാരനായ ആ സുഹൃത്ത് ഈ കത്തോലിക്കക്കാരനായ സുഹൃത്തിനോട് പറയാണ്, ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതെന്താ? ഞാൻ പ്രൊട്ടസ്റ്റൻ്റ് ഇതിലാണ് വിശ്വസിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് കാരണം, അപ്പോൾ ഈ ആള് പറയാണ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കത്തോലിക്കരായ വിശ്വാസികളായ അയൽവക്കക്കാർ എൻ്റെ വസ്തുക്കൾ എടുത്തു എന്നുള്ളത്. വഞ്ചിച്ചെടുത്തു, മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ നിൽക്കാൻ അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കണില്ല, അല്ലെങ്കിൽ എനിക്കത് പറ്റണില്ല. അഴിമതി, അത് മറ്റൊരഴിമതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് ഇന്നലെ ഒരാളെന്നോട് സംസാരിക്കണ്ടായി. എവിടെ ഇപ്പം നമ്മൾ നിർത്തി വഞ്ചിക്കുന്നത്? എന്നിട്ട് സ്വന്തം സുഹൃത്തുക്കളുടെ മുമ്പിൽ തൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് പൊങ്ങച്ചം പറയും. അല്ലേ? നമ്മൾ പൊങ്ങച്ചം പറയണതാണ്. എന്നിട്ട് നമ്മൾ തട്ടിയെടുത്ത കാര്യങ്ങളും വസ്തുവകകളും നമ്മൾ ഈ അഴിമതിയിലൂടെ നേടിയെടുത്ത കാര്യങ്ങളെല്ലാം ഇതാക്കിക്കൊണ്ട് നമ്മൾ പൊങ്ങച്ചം പറയും. ഇപ്പം എനിക്ക് എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കിപ്പോൾ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു ഏകദേശം 26ഓളം വർഷങ്ങൾക്ക് മുൻപ് പഴക്കമുണ്ട്. ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ ഗ്യാങ്ങിൽപ്പെട്ട ഞങ്ങളുടെ നേതാവിന് ഒരു കൊട്ടേഷൻ കിട്ടുകയാണ്. ആ കൊട്ടേഷൻ ഇതായിരുന്നു, ശ്രദ്ധിക്കണേ. ആ കൊട്ടേഷൻ ഇതായിരുന്നു, എന്തായിരുന്നു? ഒരു കുടുംബത്തെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. ഒരു കുടുംബത്തെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അപ്പം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കൊട്ടേഷനാണ്. പൈസ മേടിച്ചിട്ട് ആദ്യം ഈ കൊട്ടേഷൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് നമ്മളിങ്ങനെ പൈസ മേടിച്ചിട്ട് പോണ ഒരു സംവിധാനം അങ്ങനെ പോണതാണ്. അപ്പോൾ അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ 3-4 പേരും കൂടി ചെന്ന് ആ കുടുംബത്തെ, കുഞ്ഞു മക്കളൊക്കെയുള്ള ആ കുടുംബത്തെ രാത്രി തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണേ. അത് പിന്നെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല സത്യത്തിൽ. അത് അവരുടെ വശത്തെക്കുറിച്ചോ അവരുടെ അതിൽ തെറ്റെന്താണ് ശരി എന്താണ് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ആരും ഞങ്ങൾക്കത് പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല, ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പൊങ്ങച്ചം പറയുന്നു അല്ലേ? മനസ്സിലായോ? ഈ പൊങ്ങച്ചം പറയുന്നു, എന്നിട്ട് സ്വന്തം സുഹൃത്തുക്കളുടെ മുമ്പിൽ തൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് പൊങ്ങച്ചം പറയുന്നു. എന്നിട്ട് ഞങ്ങൾ രാത്രി ഇതൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ വീരവാദം മുഴക്കാണ്, മനസ്സിലാവും. രാത്രി നമ്മൾ ഒരു വീട് ഒഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓടി വരികയാണ്. അപ്പം പക്ഷെ ഇന്ന് അത് ആലോചിക്കുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് അത് ചിന്തിക്കാൻ പറ്റണേ. അവരന്ന് ആ രാത്രി എവിടേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുന്നൊന്നും എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അത് താങ്ങാൻ പറ്റില്ല, മനസ്സിലാവും. അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ 2 കാര്യങ്ങളാണ്
എനിക്ക് ഓർമ്മയിലുള്ളത്. ഒന്ന് ഇപ്പോൾ പറഞ്ഞതും, പിന്നെ മറ്റൊന്ന് ഈ പരിസരത്തൊക്കെ തന്നെയാണ് കേട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്ത പരിസരത്ത് തന്നെയാണ്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനും എന്നെ വെട്ടി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ടല്ലോ, ജെയ്സൺ, അവനിപ്പോൾ ഇന്ന് മരിച്ചുപോയി. അവൻ കഴിഞ്ഞ വർഷം മരിച്ചു, ഒരസുഖം മൂലം മരിച്ചു. അപ്പോൾ ഞാനും അവനും കൂടി, അതെ, ഞങ്ങൾക്ക് തന്ന ആളെ ഞാൻ പറയണില്ല, ആ ആളുടെ പേര് ഞാൻ പറയണില്ല. അപ്പോൾ ഇപ്പോൾ ഇവൻ മരിച്ചത് കൊണ്ടാണ് ഞാനത് ആ പേര് പറയണം. അപ്പോൾ ഞാനും ജെയ്സനും കൂടി ഒരു രാത്രി ഒരാൾ കൂട്ടി ഞങ്ങൾക്കൊരു കാര്യം ഏൽപ്പിച്ചു തന്നു. അതായത് അതിർത്തി, എന്താ പറയുക, അതിർത്തി മറ്റേ സ്നേഹമതിൽ കെട്ടാനായിട്ട്, അതിർത്തി തിരിച്ചിട്ട് അതിൻ്റെ സ്നേഹമതിൽ എല്ലാം അതിനുള്ള കുറ്റിയിട്ടിരിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ അത് കുറേ ഉണ്ട്, മനസ്സിലാവണ്ട, ഒരുപാടുണ്ട് അത്. അപ്പോൾ അതിങ്ങനെ നിരനിരയായിട്ട് കുറ്റിയിടും. നിങ്ങൾക്കറിയാമല്ലോ സ്നേഹമതിലിൻ്റെ ആ കുറ്റിയിടുന്ന ഇതൊക്കെ, ആ കോൺക്രീറ്റിൻ്റെ കുറ്റിയിട്ടിരിക്കണേ. അത് ഞങ്ങളൊരു രാത്രി മുഴുവൻ, അത് ഒരു പറമ്പിൻ്റെ മുഴുവൻ, അത് ഞാനും ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തും കൂടി അത് രാത്രി മുഴുവനും അത് എന്ത് ചെയ്തു, അത് ഇളക്കി പറിച്ച് ഞങ്ങൾ മാറ്റി അത് മനസ്സിലാവുമ്പോൾ, അതെന്തിനാണെന്ന് വെച്ചാൽ നാളെ അവിടെ അവർ വന്ന് നോക്കുമ്പോൾ അങ്ങനെ അളന്നിട്ടതായിട്ടുള്ള ഒരിത്, അത് അങ്ങനെ ഒരിത്. അപ്പം അതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ അതൊന്നും ഇവിടെ വിഷയമല്ല. വിഷയം ഇതാണ്, എന്താണ്, അഴിമതി. മനസ്സിലായി? ഇത് പാപം തന്നെയല്ലേ? മനസ്സിലാവുണ്ടോ? ഇത് തന്നെയല്ലേ പാപം. അന്യരുടെ വസ്തുക്കൾ മോഹിക്കരുത്. മനസ്സിലാവുണ്ടോ? അപ്പം ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇങ്ങനെ ഓടി എൻ്റെ ഉള്ളിലേക്ക് വരണത്. അപ്പം അതൊക്കെ ചിലത് നമുക്ക് ഇത്തിരി അങ്ങനെ എന്താ പറയാൻ, അപ്പം അവരെയൊക്കെ എനിക്ക് ഇപ്പോൾ അവരെയൊന്നും കണ്ടാലൊന്നും അറിയില്ല. ഇങ്ങനെ ഈ കുടുംബക്കാരെയൊക്കെ നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവരൊക്കെ അന്ന് എന്തോരം വിഷമിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ ആലോചിക്കണേണ് ഇപ്പോൾ. എന്തായാലും നമുക്കിപ്പോൾ ഇതിലേക്ക് വരാം. എന്നിട്ട് സ്വന്തം അപ്പം എന്തിനാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, എന്നിട്ട് സ്വന്തം സുഹൃത്തുക്കളുടെ മുൻപിൽ തൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പൊങ്ങച്ചം പറയുന്നു. എന്നിട്ട് നമ്മുടെ വീരവാദങ്ങളൊക്കെ നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ നമ്മൾ പറയണം, രാത്രിക്ക് രാത്രി ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ. മനസ്സിലാവും? അപ്പം ഇത് പറയുമ്പോഴൊക്കെ നമ്മൾ അതിങ്ങനെ ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് സ്വന്തം സുഹൃത്തുക്കളുടെ മുൻപിൽ തൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പൊങ്ങച്ചം പറയുന്നു. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നയാളാണ് അദ്ദേഹം. എന്നിട്ടും തൻ്റെ അധികാര സ്ഥാനം ഉപയോഗിച്ച് അയാൾ അഴിമതി പണം ആവശ്യപ്പെടുന്നു. സത്യം, നന്മ, സൗന്ദര്യം എന്നിവ സംരക്ഷിക്കുന്ന കുലീനത നഷ്ടപ്പെടാൻ അഴിമതി കാരണമാകും. അപ്പം ഈ സത്യം, നന്മ, സൗന്ദര്യം എന്നിവ എന്ന് പറയുമ്പോൾ അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2500 അത് വളരെ വിപുലമായിട്ട് അതിനെ പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ നമ്മൾ എടുക്കണില്ല. കാരണം അതെടുത്താൽ അത് ഒരുപാടുണ്ട്. അത് വളരെ എന്താ പറയുക, വിപുലമായിട്ട് അതിനെ പറയാനുള്ളതാണ്. അപ്പം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലോ സമയത്തിലോ നിൽക്കില്ല. അപ്പം അതുകൊണ്ട് അത് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് പിന്നീട് നോക്കാം. അപ്പം എന്നാലും നിങ്ങൾ കുറിച്ച് വെച്ചോ, 2500 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എന്തുണ്ട്? ഈ സത്യം, നന്മ, സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ അത് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറയുന്നുണ്ടെന്നല്ല, സഭ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിവ സംരക്ഷിക്കുന്ന കുലീനത നഷ്ടപ്പെടാൻ അഴിമതി കാരണമാകുന്നു. ദുഷിച്ച മനുഷ്യൻ തൻ്റെ അവസ്ഥ തിരിച്ചറിയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ നേരത്തെ വായിച്ച അയാളുടെ വായിൽ എന്തുരുകില്ലാന്ന്, അയാളുടെ വായിലേ എന്തുരുകില്ല എന്നാണ് നമ്മൾ നേരത്തെ വായിച്ചേ. ആരെങ്കിലും ഒരാൾ ഒന്ന് ഉത്തരം പറഞ്ഞേ. എന്തുരുകില്ല എന്നാ പറഞ്ഞേ? അയാളുടെ വായിൽ എന്തുരുകില്ലാന്ന്
വെണ്ണ ഉരുകില്ല എന്ന്. അപ്പോൾ ആ വെണ്ണ ഉരുകില്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് ഇതിപ്പോൾ ചിലപ്പോൾ മനസ്സിലായേക്കാം. ശ്രദ്ധിച്ചിരുന്നു? മനസ്സിലായില്ലെങ്കിൽ എനിക്ക് വേറെ മനസ്സിലാക്കി തരാനുള്ള അവസ്ഥ വേറെ കഴിവോ ശക്തിയോ ഇല്ല. ഇതിപ്പം നമ്മൾ വായിക്കാൻ പോണ ആ അത്രയും സെൻറ്റൻസിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഈ വെണ്ണ ഉരുകില്ല എന്ന് പറയണത് എന്തുകൊണ്ട്, അതിൻ്റെ പൊരുൾ എന്താണ്? അപ്പം അതിതാണ് കാരണം. എന്താണ്? ദുഷിച്ച മനുഷ്യൻ തൻ്റെ അവസ്ഥ തിരിച്ചറിയുന്നില്ല. ഒരു അഴിമതിക്കാരൻ്റെ വായിലെ വെണ്ണ ഉരുകില്ല എന്ന് പറഞ്ഞാലുള്ള അവസ്ഥയാണ് പറയണത്. ദുഷിച്ച മനുഷ്യൻ തൻ്റെ അവസ്ഥ തിരിച്ചറിയുന്നില്ല. ഇനി അടുത്തത്, വായ്നാറ്റമുള്ള ഒരാൾക്ക് അത് സ്വയം തിരിച്ചറിയാനാവില്ല. ശരിയല്ലേ? വായ്നാറ്റമുള്ള ഒരാൾക്ക് അയാളുടെ ആ നാറ്റം അയാൾക്ക് മനസ്സിലാകും. അത് ഏറ്റവും വലിയൊരു സംഭവമല്ലേ അത്? അതേപോലെ ഏറ്റവും വലിയൊരു ഉദാഹരണവുമാണത്. തിരിച്ചറിയാനാവില്ല. എന്നിട്ട് പറയാണ്, ആന്തരികമായ അനുതാപത്തിലൂടെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ അഴിമതിക്കാരന് കഴിയില്ല. കണ്ടോ? ആന്തരികമായ അനുതാപത്തിലൂടെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ അഴിമതിക്കാരന് കഴിയില്ല. അതാണ് ഈ വെണ്ണ ഉരുകില്ല എന്ന് പറയണത് ആളുടെ വായിൽ. വെണ്ണ ഉരുകില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? അയാൾക്ക് ആന്തരികമായ അനുതാപത്തിലൂടെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ആൾക്ക് കഴിയില്ല, അഴിമതിക്കാരന് കഴിയില്ല. എന്നിട്ട് പിന്നെ പറയാണ്, സാധാരണ ഗതിയിൽ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളിലൂടെ അവന്, അതായത് ഈ അഴിമതിക്കാരൻ, ഒഴിവാക്കാനാവാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ അവൻ ക്രമേണ കെട്ടിപ്പടുത്ത പുറന്തോട്, അതിനെ ഞാൻ പറയണ ഭാഷയാണ് കപടത. എന്താണ്? സാധാരണഗതിയിൽ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളിലൂടെ അവൻ ഒഴിവാക്കാനാവാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ അവൻ ക്രമേണ കെട്ടിപ്പടുത്ത പുറന്തോട്, അതാണ് ഈ കപടത. ആ പുറന്തോട് പൊട്ടുന്നതോടെ ദൈവകൃപ അവനിലേക്ക് പ്രവേശിക്കുകയായി. ഇപ്പോ വെണ്ണ ഉരുകി തുടങ്ങും. മനസ്സിലാവുണ്ടോ പറഞ്ഞേ? ഇപ്പോ വെണ്ണ ഉരുകി തുടങ്ങി. എപ്പോഴാണ് വെണ്ണ ഉരുകണത്? സാധാരണഗതിയിൽ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളിലൂടെ അവന് ഒഴിവാക്കാനാവാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ അവൻ ക്രമേണ കെട്ടിപ്പടുത്ത പുറന്തോട് പൊട്ടുന്നതോടെ ദൈവകൃപ, ആ പുറന്തോട് എന്ന് പറഞ്ഞ കപടതയാണ് കേട്ടോ, കപടത, പൊട്ടുന്നതോടെ ദൈവകൃപ അവനിലേക്ക് പ്രവേശിക്കുകയെ. അങ്ങനെ അവനിൽ അല്ലേ ആ വെണ്ണ ഉരുകും. മനസ്സിലാവുണ്ടോ? എന്നിട്ട് അടിയിലേക്ക്, നാം ആവർത്തിച്ച് പറയേണ്ടതുണ്ട്, പാപികൾ പക്ഷേ അഴിമതിക്കാരല്ല. അപ്പം ഇങ്ങനെയും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കണേണ്. നാം ആവർത്തിച്ച് പറയേണ്ടതുണ്ട്, പാപികൾ പക്ഷേ അഴിമതിക്കാരല്ല. അപ്പം ഞാനൊരു വാക്കും കൂടി അതിൽ കൂട്ടിച്ചേർക്കാണ്. പക്ഷേ അഴിമതിക്കാരല്ല എന്ന് പറയുമ്പോൾ അല്ലേ, ദുഷ്ടരല്ല. നമ്മൾ ദുഷ്ടരല്ല, നമ്മൾ പാപികളാണ്, നമ്മൾ ദുഷ്ടരാകരുത്. മനസ്സിലാവുണ്ടോ? അത് എങ്ങനെ മനസ്സിലാക്കി ആക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ ആ ക്രമത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ മതി. മനസ്സിലാവുണ്ടോ? നമ്മൾ പാപം ചെയ്യുന്നുണ്ട്, നമ്മൾ പക്ഷേ ദുഷ്ടന്മാരായി മാറരുത് മറ്റുള്ളവർക്ക്. മനസ്സിലാവുണ്ടോ? നമ്മൾ സത്യസന്ധമായിട്ട് മറ്റുള്ളവർക്കൊരു ദൂഷ്യം ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതികളൊക്കെ ഉണ്ട് ഒരുപാട്. ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ഞാൻ അതിലോട്ടൊന്നും പോണില്ല. നാം ആവർത്തിച്ച് പറയേണ്ടതുണ്ട്, പാപികൾ പക്ഷേ അഴിമതിക്കാരല്ല. അപ്പം അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റുമോ? നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പാപിയാണ് പക്ഷെ ഞാൻ ദുഷ്ടനല്ല എന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഞാൻ പാപിയാണ് പക്ഷെ ഞാൻ ദുഷ്ടനല്ല, അഴിമതിക്കാരനല്ല എന്ന് പറയാൻ പറ്റുമോ? അതാണ്. എന്നിട്ട് പറയണം, അതേ പാപികൾ തന്നെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും കഴിയാത്ത ചുങ്കക്കാരനെ പോലെയാണ് അയാൾ. പാപികൾ, ശ്രദ്ധിക്കണോട്ടോ, അടുത്ത വരി ശ്രദ്ധിക്കണേ. ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നടത്താൻ ഏറ്റവും കൂടുതൽ, എന്താ പറയാ, അതിന് വാക്കില്ല എനിക്ക് പറയാനായിട്ട്. നിങ്ങൾ കേട്ടോ. പാപികൾ പത്രോസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുത്ത ശേഷം കഠിനമായി കരയുന്നു. കണ്ടോ? പാപികള്
പത്രോസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കും. ഒറ്റിക്കൊടുത്ത ശേഷം കഠിനമായി കരയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദിവസത്തിൽ 1000-ലധികം പ്രാവശ്യം ഞാൻ വീഴാറുണ്ട്. പക്ഷെ 1000-ലധികം പ്രാവശ്യവും ഞാൻ എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാൻ ഞാൻ സഹകരിക്കാറുണ്ട് കർത്താവിനോട്. മനസ്സിലാവുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രത്യാശ നൽകണ ഒരു വാക്കാണ് എന്തെന്ന്. പാപികൾ പത്രോസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കും. പക്ഷെ ആ ഒറ്റിക്കൊടുത്ത ശേഷം കഠിനമായി കരയും. അതുകൊണ്ടാണ് പത്രോസിന് തിരിച്ചു വരാൻ പറ്റിയത്. മനസ്സിലാവുണ്ടോ? പശ്ചാത്താപം ഉണ്ടായതും പാപബോധം ഉണ്ടായതും പത്രോസിന് തിരിച്ചു വന്ന് ആദ്യത്തെ മാർപ്പാപ്പയാകാനും പറ്റിയത്, ആ ദൈവവിളിയിൽ നിലനിൽക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ? ഇതാണ്. പാപിയാണ്, പക്ഷെ അവൻ ആരല്ല? ദുഷ്ടനല്ലായിരുന്നു. പാപിയാണ്, പക്ഷെ അവൻ ആരായിരുന്നില്ല? അവൻ ദുഷ്ടനല്ല. ബലഹീനമാക്കപ്പെട്ട നമ്മളുടെ അധപ്പതിച്ച നമ്മളുടെ അവസ്ഥയിൽ നമ്മൾ തെറ്റുകൾ പാപം ചെയ്തു പോണു. പക്ഷെ നമ്മൾ ആകരുത്. ഈ ദുഷ്ടരല്ല എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം പത്രോസ് കഠിനമായി കരഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ ദുഷ്ടനായി മാറിയാൻ. മനസ്സിലാവുണ്ടോ? ആ ഒരു കാറ്റഗറിയിലേക്ക് ആള് പോയാൽ. യൂദാസിന് സംഭവിച്ചതോ? അങ്ങനെ ഒരു കരച്ചിൽ അവിടെ ഒരുപക്ഷെ വന്നിട്ടുണ്ടായില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ അവനൊരിക്കലും അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കില്ലായിരുന്നു. പക്ഷെ പത്രോസിനും അങ്ങനെ ചെയ്യാറുന്നല്ലോ, അല്ലേ? പത്രോസിനും അങ്ങനെ ചെയ്യാറുന്നല്ലോ. എന്തുകൊണ്ട് പത്രോസ് ആ വഴിയിലേക്ക് അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് മാറിയില്ല? കഠിനമായി കരഞ്ഞു. ഈ കഠിനമായി കരഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കാം അതിൻ്റെ ഇടയിൽ. അപ്പം നമ്മൾ പാപം ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി, പാപം ചെയ്യാതിരിക്കുക ആവുന്നതും, പക്ഷേ പാപം ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി അതിൽ നമ്മൾ എത്രത്തോളം പശ്ചാത്തപിക്കുന്നുണ്ട്, നമ്മൾ നമുക്ക് എത്രത്തോളം മനോവേദനയുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്. അതാണ് കർത്താവ് നോക്കണത്. മനസ്സിലാവുന്നുണ്ടോ? എത്രത്തോളം പാപം ചെയ്തു എന്നതിലല്ല, അതിലെത്രത്തോളം പശ്ചാത്തപിക്കുന്നു, അവൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്നതിനടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കഴമ്പ് ഇരിക്കണത്. കഴമ്പ്. മനസ്സിലായോ? ഇതെന്നെ സ്പർശിച്ച വാക്കാണ്. പാപികൾ പത്രോസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുത്ത ശേഷം കഠിനമായി കരയുന്നു. അപ്പം ആ കഠിനമായുള്ള കരച്ചിൽ മതി നമ്മൾക്ക് എഴുന്നേൽക്കാൻ, അല്ലെങ്കിൽ കർത്താവിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാൻ, വീണ്ടും ആരംഭിക്കാൻ. എന്നിട്ട് പറയാണ് പാപികൾ. അതെ, ഓരോ ദിവ്യബലിയുടെയും ആരംഭത്തിൽ നെഞ്ചിലടിച്ച് പാപങ്ങൾ ഏറ്റുപറയാൻ സഭ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അപ്പം അത് ശരിക്കും ലത്തീൻ ആരാധനക്രമത്തിലെ ആരംഭത്തിൽ തന്നെ ഉള്ള അനുതാപ കീർത്തനത്തെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഇവിടെ, അല്ലേ? ലത്തീൻ ആരാധനക്രമത്തിലെ ആരംഭത്തിൽ തന്നെ, അല്ലേ, എന്താണ് പുരോഹിതൻ പറയണത്? ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടാൻ, അല്ലേ? ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടാൻ നാം യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം എന്ന്. അപ്പോൾ വിശ്വാസി സമൂഹം പറയാണ്, എന്താണ് ഏറ്റുപറയണേ? സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, അല്ലേ? എന്തെന്നാണ് പറയണത്? എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അപ്പം ഇതാണ് പറഞ്ഞത്. എന്താണ്?
ഓരോ ദിവ്യബലിയുടെയും ആരംഭത്തിൽ നെഞ്ചിലടിച്ച് പാപങ്ങൾ ഏറ്റുപറയാൻ സഭ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ നെഞ്ചിലടിച്ച് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എന്തെന്നാണ് നമ്മൾ അതിനെ എങ്ങനെയാണ് നമ്മൾ എന്തെന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? രക്ഷയുടെയും കരുണയുടെയും ആവശ്യകത നാം അംഗീകരിക്കുകയാണ്. കണ്ടോ, അങ്ങനെ നെഞ്ചിലടിച്ച് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ രക്ഷയുടെയും കരുണയുടെയും ആവശ്യകത കണ്ടോ. രക്ഷയും കരുണയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ആവശ്യം ഉണ്ട്, പക്ഷെ അത് അംഗീകരിക്കണം, അത് അംഗീകരിക്കുകയും കൂടി വേണം. അപ്പം ആവശ്യകത നാം അംഗീകരിക്കുകയാണ്. ഈ കരുണയുടെ വിശുദ്ധ വർഷത്തിൽ നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുവഴി അഴിമതിക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന് വഴി കണ്ടെത്തുവാൻ ഉണ്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. അതുവഴി അഴിമതിക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന് വഴി കണ്ടെത്തുവാൻ കണ്ടോ. വെണ്ണ ഉരുകണ കാര്യം ഇപ്പോൾ ഓർമ്മോനുണ്ടോ? എങ്ങനെയാണ്? അതുവഴി അഴിമതിക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന് വഴി കണ്ടെത്താനും അവർക്ക് ലജ്ജയുടെ കൃപയും കണ്ടോ. ഒന്നാമത്തെ കാര്യം എന്താണ്? അഴിമതിക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന് വഴി കണ്ടെത്തണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? അവർക്ക് ലജ്ജയുടെ കൃപയും, രണ്ടാമത്തെ കാര്യം ലജ്ജയുടെ കൃപ. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക്, അതല്ലെങ്കിൽ പാപികളായ ഓരോരുത്തരെയും സംബന്ധിച്ച് നമുക്ക് ഒരു തെറ്റൊരു പാപം ചെയ്താൽ നമുക്ക് ലജ്ജ ഉണ്ടാവണം. ആരുടെ മുമ്പിലാ ലജ്ജ ഉണ്ടാവേണ്ടത്? ദൈവത്തിൻ്റെ മുമ്പിലേ ഒരു ലജ്ജ ഉണ്ടാവണം നമുക്ക്. മനസ്സിലായ? അതാണ് തിരിച്ചുവരവിലേക്ക് നമ്മൾ ഒരുക്കണത്. ആ ലജ്ജയും ആ മനസ്താപവും ആ പാപബോധവും പശ്ചാത്താപവും ഒക്കെയാണ് നമ്മളെ വീണെടുത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ സഹായിക്കണത്. ഒരു ടേൺ അല്ലേ, യു-ടേൺ അടിക്കാൻ, ഒരു യു-ടേൺ നമുക്ക് എടുക്കാൻ പറ്റണത് അവിടെയാണ്. അല്ലെങ്കിൽ നമുക്ക് യു-ടേൺ എടുക്കാൻ പറ്റില്ല, നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? അഴിമതിക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന് വഴി കണ്ടെത്തണം, ദൈവത്തിന് വഴി കണ്ടെത്തണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? അവർക്ക് ലജ്ജയുടെ കൃപ കണ്ടോ. ലജ്ജിക്കാനുള്ള കൃപ. ലജ്ജ ഒരു കൃപയാണ് അല്ലേ? അതൊക്കെ നമ്മൾ നേരത്തെയൊക്കെ മനസ്സിലാക്കിയായിരുന്നു ഈ ഒരു പ്രബോധനത്തിൽ നിന്ന് തന്നെ. ലജ്ജ എന്താണെന്ന് ഒരു കൃപയാണ് അല്ലേ? അവർക്ക് ലജ്ജയുടെ കൃപയും, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? പാപമോചനം ആവശ്യമുള്ള പാപികളായി കണ്ട. പാപമോചനം ആവശ്യമുള്ള പാപികളായി. ഇപ്പോൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാലും ഇപ്പം നമ്മൾ ചിലവരെയൊക്കെ ധ്യാനത്തിന് വിളിക്കാൻ പോകുമ്പോഴേ ധ്യാനത്തിന് പോകാമെന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാകാം, കുടുംബക്കാരെ. അപ്പം ചില ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ അപ്പോൾ അവർ ധ്യാനത്തിന് പോകാനുള്ളൊരു അവസ്ഥയൊന്നും നമുക്കില്ല. അവസ്ഥയെന്ന് ഉദ്ദേശിക്കുന്നത് അത്രത്തോളം നമ്മൾ തെറ്റൊന്നും ചെയ്യണ ആളൊന്നുമല്ല. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ധ്യാനത്തിന് പോക്കും അതൊക്കെ. നമ്മൾ അതിന് മാത്രമൊന്നും അധപ്പതിച്ച ആളൊന്നും അല്ല എന്ന് എൻ്റെ അടുത്ത് പല രീതിയിലും എൻ്റെ സുഹൃത്തുക്കളായാലും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് കത്തോലിക്കരായ ആൾക്കാരൊക്കെ തന്നെ. മനസ്സിലായി? അപ്പോൾ പാപമോചനം ആവശ്യമുള്ള പാപികളായിട്ട് നാം നമ്മളെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. പാപമോചനം ആവശ്യമുള്ള പാപികളായി സ്വയം തിരിച്ചറിയാനുള്ള കൃപ ലഭിക്കാനും, മനസ്സിലായി? സ്വയം തിരിച്ചറിയാനുള്ള കൃപ. അപ്പം നമ്മൾ പാപമോചനം ആവശ്യമുള്ള പാപികളാണെന്ന് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നില്ലെങ്കിൽ, അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, എന്നിട്ട് ആ രക്ഷയും കരുണയും സ്വീകരിക്കാനും അത് ആവശ്യകതയിലേക്ക് നമ്മൾ കടക്കണില്ലെങ്കിൽ നമ്മൾ അഴിമതിക്കാർ തന്നെ ആയിരിക്കും. നമ്മൾ അഴിമതിയിൽ തുടരും. എന്നിട്ട് ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്ടോ. ആറാമത്തെ ചോദ്യം, അങ്ങ് പലതവണ പറഞ്ഞിട്ടുണ്ട് ദൈവം ക്ഷമിക്കുന്നതിൽ തളരില്ല എന്ന്. പകരം അവിടത്തോട് ക്ഷമ ചോദിക്കുന്നതിൽ നമ്മളാണ് മടുക്കുന്നതെന്ന്. കണ്ടോ, ഫ്രാൻസിസ് മാർപ്പാപ്പ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ദൈവം ക്ഷമിക്കുന്നതിൽ തളരില്ല, പകരം നമ്മളാണ് അവിടത്തോട് ക്ഷമ ചോദിച്ച് തളരുന്നത് എന്ന്. ദൈവം നമ്മോട് ക്ഷമിക്കാൻ ഒരിക്കലും മടുക്കാത്തത് എന്താണ്?
ചോദ്യമാണ്. അപ്പം അതിന് ഉത്തരം കൊടുക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ മടുക്കാത്തത്, നമുക്ക് ക്ഷമ തരുന്നതിൽ മടുപ്പ് കാണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് മറുപടി കൊടുക്കുകയാണ്, കാരണം അവിടുന്ന് ദൈവമാണ്. ശ്രദ്ധിച്ചോ നിങ്ങൾ, കാരണം അവിടുന്ന് ദൈവമാണ്, അതുകൊണ്ട് ക്ഷമ തരുന്നതിൽ മടുപ്പ് കാണിക്കാൻ സാധിക്കില്ല. ഉണ്ടോ? കാരണം അവിടുന്ന് ദൈവമാണ്. എന്നിട്ട് പറയാണ് അവിടുന്ന് കരുണയാണ്. ദൈവത്തിൻ്റെ ആദ്യ ഗുണം കരുണയാണ്. ദൈവത്തിൻ്റെ പേര് തന്നെ കരുണയെന്നാണ്. അപ്പം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ആ ഉത്തരത്തിൻ്റെ താഴത്തേക്ക് നമ്മൾ പോവുകയാണ്. പുറത്ത് കടക്കാനാവാത്ത സാഹചര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഈ അവസ്ഥയിൽ നിന്ന് ഈ ഒരു എൻ്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പം ഇവിടെ പറയണത് കേട്ടോ ഫ്രാൻസിസ് മാർപ്പാപ്പ, പുറത്ത് കടക്കാനാവാത്ത സാഹചര്യങ്ങളൊന്നും നമുക്കില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഹോമിയോ മരുന്ന് ഇങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോമിയോ മരുന്ന് കഴിക്കാനായിട്ട് ബന്ധപ്പെട്ടത് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഹോമിയോ ഡോക്ടർ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അരമണിക്കൂറെങ്കിലും സംസാരിക്കും, എത്ര തിരക്കുണ്ടെങ്കിലും. മിക്കപ്പോഴും സംസാരിക്കണത് സുവിശേഷ പ്രഘോഷണമാണ് എൻ്റെ. അപ്പോൾ അദ്ദേഹം ഒരു വിശ്വാസിയാണ്, ഒരു ക്രിസ്ത്യനാണ്, അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു ഡോക്ടേഴ്സുമാരാണ്. അപ്പോൾ പേര് കേട്ട ഡോക്ടറാണ്, നല്ല തിരക്കുള്ള ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറയാനാണ്, റെൻസ് അബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ഡോക്ടറിന് എന്ത് കിട്ടി അല്ലെങ്കിൽ എന്ത് തോന്നി എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാനാണ്, കാരണം പ്രത്യാശ തരുന്നതാണ് കണ്ണൻ്റെ സാക്ഷ്യം, വളരെ പ്രത്യാശ തരുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടേഴ്സുമാർ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ഇങ്ങനെ പറയും, അതായത് ഇതൊന്നും നമുക്ക് പറ്റൂലടാ, ഇതൊന്നും നമുക്ക് പറ്റണ ജോലിയൊന്നുമല്ല ഈ വിശുദ്ധ ജീവിതം എന്നൊക്കെ പറഞ്ഞതേ വിശുദ്ധർക്ക് പറ്റണതാണ്, അല്ലാണ്ട് നമുക്കൊന്നും പറ്റിയതല്ല, നമുക്കൊന്നും ഇനി രക്ഷയൊന്നുമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളൂ, ഇങ്ങനത്തെ ഒരു ജീവിതമൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ സുഹൃത്തുക്കളായ ഡോക്ടേഴ്സുമാരോട് പറഞ്ഞേ, ദൈവൊരു സാക്ഷ്യം ഒന്ന് കേട്ടു നോക്കാൻ പറഞ്ഞു, ഇതിലെന്താ പറയണേന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു. കുറേ കാര്യങ്ങളും കൂടി പറഞ്ഞു. അപ്പം ഞാൻ അതൊന്നും ഇപ്പം ഇനി പറയണില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ, പുറത്ത് കടക്കാനാവാത്ത സാഹചര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പം ഞാൻ ആ ഡോക്ടറിനോട് ഷെയർ ചെയ്തത് ഇങ്ങനെയായിരുന്നു, വീണ്ടും ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു, ഇസ്രായേൽ ജനം രണ്ടാമതൊരു അടിമത്തത്തിലേക്ക് പോവാണ്, ബാബിലോൺ അടിമത്തത്തിലേക്ക്. അപ്പോൾ ആ രണ്ടാമത് അടിമത്തത്തിലേക്ക് പോയപ്പോൾ പിന്നെയുള്ള പ്രത്യാശ മുഴുവനും നഷ്ടപ്പെട്ടു ഇസ്രായേൽ ജനത്തിന്. അപ്പം ഇനിയൊരു രക്ഷയില്ല, ഇനി ആരും ഞങ്ങളെ രക്ഷിക്കാൻ വരാൻ സാധിക്കില്ല, ഇനിയൊരു രക്ഷയില്ല, ഇനി ഇവിടെ കിടന്ന് ഞങ്ങൾ മരിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്? എസെക്കിയേൽ പ്രവാചകനിലൂടെ അസ്ഥികളുടെ താഴ്വരയിൽ പോയിട്ട് നീ പ്രവചിക്കാൻ പറഞ്ഞത്. എന്ത് പ്രവചിക്കാൻ പറഞ്ഞത്? എവിടെ, ആരോട് പ്രവചിക്കാൻ പറഞ്ഞു? അല്ലേ, അസ്ഥികളോട് പ്രവചിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രത്യാശകളും എല്ലാ സ്വപ്നങ്ങളും തീരുന്നത് അല്ലേ ഇനി എല്ലിൽ നിന്ന് എന്തെങ്കിലും സ്വപ്നം വരാനുണ്ടോ? എന്തെങ്കിലും പ്രത്യാശ കിട്ടുമോ നമുക്ക്? എന്തെങ്കിലും ഉണ്ടാവോ? എന്തെങ്കിലും ഇനി ലഭിക്കുമോ നമുക്ക്? ഒന്നും ലഭിക്കാനില്ല. ഏറ്റവും അവസാന ഘട്ടമാണ് എല്ലും കഷ്ണം, അസ്ഥി. ഇനി അതിൽ നിന്ന് എന്തെന്നാ ഇനി വരാൻ നമുക്ക് ലഭിക്കാനുള്ളത്? അല്ലെങ്കിൽ എന്ത് പ്രത്യാശയാണ് ലഭിക്കാനുള്ളത്? അപ്പൊ അതിനോട് പ്രവചിച്ചിട്ട് അതിൽ നിന്ന് മാംസം ഉണ്ടാക്കുകയാണ് കർത്താവ്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതും എൻ്റെ ജീവിതവുമായിട്ടൊക്കെ വളരെ കണക്ഷനാണ്. കാരണം ഒരു പ്രത്യാശയും എനിക്കില്ല, എല്ലാം നശിച്ചു എന്ന് ഇരിക്കണ നിമിഷത്തിലാണ് എന്നെ വീണ്ടും കർത്താവ് ഉയർത്തിക്കൊണ്ട് വരണത്. അപ്പം ഇത് തന്നെയായിരുന്നില്ല ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്ന അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? ഇനിയൊരു രക്ഷയില്ല എന്ന് കരുതുന്നിടത്താണ് കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, വീണ്ടും പുറത്ത് കടക്കാനാവാത്ത സാഹചര്യങ്ങളൊന്നും തന്നെ നമുക്കില്ല.
അപ്പം നമ്മൾ വിചാരിച്ചേക്കരുത് അയ്യോ ഇനി ഇതിൽ നിന്ന് രക്ഷയില്ല, ഇനി ഇതുകൊണ്ടൊരു ഇനി നമുക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ ഇനി നമുക്ക് ഒന്നും ഇങ്ങനൊരു ജീവിതം കൊണ്ട് ഒന്നും നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല, ഇനി ഞാൻ നശിച്ചേ പോകുള്ളൂ, ഇനി എന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വിചാരിച്ചേക്കരുത്. ഇത് കണ്ടോ, പുറത്ത് കടക്കാനാവാത്ത സാഹചര്യങ്ങളൊന്നും നമുക്കില്ല. പുറത്ത് കടക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അത് നമ്മളാദ്യം മനസ്സിലാക്കണം. അത് നമ്മളാണ് ആ ബോധ്യത്തിലേക്ക് എത്തേണ്ടത്. അത് നമ്മളെ ബോധ്യത്തിലേക്ക് എത്തിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. എന്നിട്ട് പറയാണ്, പൂഴിമണലിൽ എത്രത്തോളം നാം നീങ്ങാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആഴ്ന്നു പോകുന്ന അവസ്ഥയുമില്ല. കണ്ടോ, ശരിക്കും എന്താണ് അല്ലേ, നമ്മളങ്ങനെ വായിച്ചു വരുമ്പോൾ പെട്ടെന്ന് അവസാന വാക്ക് ഇല്ലെന്നല്ല ആണെന്നല്ലേ പെട്ടെന്ന് നമ്മൾ വിചാരിക്കണേ മനസ്സിൽ. എന്തെന്നാണ്, പൂഴിമണലിൽ എത്രത്തോളം നാം നീങ്ങാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആഴ്ന്നു പോകും എന്നല്ലേ പെട്ടെന്ന് ചിന്ത വരണേ. പക്ഷെ അങ്ങനെയല്ല. എങ്ങനെയാണ്? പൂഴിമണലിൽ എത്രത്തോളം നാം നീങ്ങാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആഴ്ന്നു പോകുന്ന അവസ്ഥയുമില്ല. കാരണം പൂഴിമണലിലൂടെ നടന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകാൻ പറ്റും. ഇത്തിരി പ്രയാസമുണ്ട്. ആ പൂഴിമണലിലൂടെ നടക്കുമ്പോൾ ഇത്തിരി പ്രയാസമുണ്ട്. പക്ഷേ നാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഉണ്ടോ? അതായത് പുറത്ത് കടക്കാനാവാത്ത സാഹചര്യങ്ങളൊന്നും നമുക്കില്ല. ഇല്ലേ, അങ്ങനത്തെ അവസ്ഥകൾ നമുക്കുണ്ട്. അല്ലേ, പ്രശ്നങ്ങൾ നമുക്കുണ്ട് അല്ലേ, പല പല വിഷയങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു കാര്യവും നമുക്കില്ല. അതിൽ നിന്നെല്ലാം നമുക്ക് പുറത്ത് കടക്കാൻ പറ്റും. പൂഴിമണലിൽ എത്രത്തോളം നാം നീങ്ങാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആഴ്ന്നു പോകുന്ന അവസ്ഥയും ഇല്ല. കൈ നീട്ടിക്കൊണ്ട് യേശു അവിടെയുണ്ട്. കണ്ടോ, കൈ നീട്ടിക്കൊണ്ട് യേശു അവിടെ ഉണ്ട്. നമ്മെ ചെളിക്കുണ്ടിൽ നിന്ന് പാപത്തിൽ നിന്ന് വലിച്ചു കയറ്റാൻ, നാം വീണുപോയ തിന്മയുടെ അഗാധത്തിൽ നിന്ന് നമ്മെ പുറത്തെടുക്കാനും അവിടുന്ന് സന്നദ്ധനാണ്. ഒരു കാര്യം മാത്രം, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും. കണ്ടോ, ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്ത് ഉണ്ടാവണം? നമ്മളാകുന്ന പാപിയെക്കുറിച്ച്, നമ്മുടെ പാപാവസ്ഥയിലുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്തുണ്ടാവണം? നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അത്രയും മതി. ക്രിസ്തു അവിടെയുണ്ട്. ക്രിസ്തു പ്രവർത്തിച്ചോളും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പിതാവ് പ്രവർത്തിക്കും. തിന്മയുടെ അഗാധത്തിൽ നിന്ന് നമ്മെ പുറത്തെടുക്കാനും അവിടുന്ന് സന്നദ്ധനാണ്. ഒരു കാര്യം മാത്രം, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. അപ്പോഴാണ് ഈ വെണ്ണ ഉരുകോളൂ. നമുക്ക് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലാണ് ആ വെണ്ണ ഉരുകുകയുള്ളൂ. മനസ്സിലായോ? നാം നമ്മോട് തന്നെ സത്യസന്ധരാകണം. കണ്ടോ, നാം നമ്മോട് തന്നെ സത്യസന്ധരാകണമെന്നൊക്കെ പറഞ്ഞാലേ എങ്ങനെയാണിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സത്യസന്ധര എന്നൊക്കെ പറയുമ്പോൾ ഇത് വലിയ ആഴമുണ്ട് അതിൻ്റെ ആ വാക്കിനൊക്കെ അർത്ഥത്തിൽ. പ്രത്യേകിച്ച് ആ കാര്യം, എന്ത് കാര്യത്തെ പ്രതി സത്യസന്ധരാകണം എന്നാണ്. മനസ്സിലായി? നമ്മുടെ പാപം, നമ്മുടെ ആ പാപാവസ്ഥ നിറഞ്ഞ ജീവിത അന്തസ്സിനെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ, അത് ഏറ്റുപറയാൻ, അത്തരത്തിലുള്ളൊരു സത്യസന്ധത നമുക്കുണ്ടാവണം. നാം നമ്മോട് തന്നെ സത്യസന്ധരാകണം. നമ്മുടെ മുറിവുകൾ നക്കുന്നവരായിരിക്കരുത് നാം. കണ്ടോ, നമ്മുടെ മുറിവുകൾ, ആ പാപാവസ്ഥകളെ നമ്മൾ നക്കിക്കൊണ്ടിരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഉടനെ എണീക്കുക. നാം പാപികളാണെന്ന് സ്വയം അംഗീകരിച്ചുകൊണ്ട് ദൈവകൃപ അപേക്ഷിക്കണം. കണ്ടോ, നാം പാപികളാണെന്ന് സ്വയം അംഗീകരിച്ചുകൊണ്ട് ദൈവകൃപ അപേക്ഷിക്കണം. അപ്പോഴാണ് ആ വെണ്ണ ഉരുകാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം ആ വെണ്ണ ഉരുകില്ല. അതുകൊണ്ടാണ് അയാളുടെ വായിൽ വെണ്ണ ഉരുകുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. മുറിവുകൾ നക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലോ, നാം പാപികളാണെന്ന് സ്വയം അംഗീകരിച്ചുകൊണ്ട് ദൈവകൃപ അപേക്ഷിക്കണം. ദൈവകൃപ ആവശ്യമുണ്ടെന്ന് നാം അംഗീകരിക്കുമ്പോൾ, കണ്ടോ, ദൈവകൃപ
ആവശ്യമുണ്ടെന്ന് നാം അംഗീകരിക്കുമ്പോൾ കൂടുതൽ ലജ്ജയും എളിമയും നമുക്ക് അനുഭവപ്പെടും. കണ്ടോ? അതോടെ ദൈവകൃപ ആവശ്യമുണ്ടെന്ന് നാം അംഗീകരിക്കുമ്പോൾ കൂടുതൽ ലജ്ജയും എളിമയും നമുക്ക് അനുഭവപ്പെടും. അതോടെ അവിടുത്തെ കൃപയുടെ ആലിംഗനം നമുക്ക് അനുഭവവേദ്യമാകും. അതോടെ അവിടുത്തെ കൃപയുടെ ആലിംഗനം നമുക്ക് അനുഭവവേദ്യമാകും. അത് അനുഭവിക്കും, അനുഭവത്തിൽ വരും എന്നുള്ളത്. യേശു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ മുമ്പിൽ നീങ്ങുന്നു. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാണ്, അവിടുന്ന് നമ്മുടെ മുമ്പിൽ നീങ്ങുന്നു എന്ന് പറഞ്ഞു. അല്ലേ? എന്താണ്? അവിടുന്ന് നമ്മുടെ മുമ്പിൽ നീങ്ങുന്നു. അപ്പോൾ ഇപ്പോൾ ഓർമ്മ വന്നത് ഈശോ പറഞ്ഞു 10-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം, ഞാൻ നല്ല ഇടയനാണ്. ഞാൻ നല്ല ഇടയനാണ്. കാരണം നല്ല ഇടയൻ എന്ത് ചെയ്യും? ആടുകൾക്ക് മുൻപേ നടക്കും. ആടുകൾക്ക് മുൻപേ നടക്കും. അവിടുന്ന് നമ്മുടെ മുമ്പിൽ നീങ്ങുന്നു. അവിടുന്ന് അവിടുത്തെ കൈകൾ നമ്മിലേക്ക് നീട്ടുന്നു. അവിടുന്ന് നമ്മോട് ക്ഷമ കാണിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. ഇനി ശ്രദ്ധിക്കണോട്ടോ നിങ്ങൾ. കരുണ എപ്പോഴും പാപത്തേക്കാൾ വലുതായിരിക്കും. ശ്രദ്ധിച്ചോ? എന്താണ് മനസ്സിലായത്? കരുണ എപ്പോഴും പാപത്തേക്കാൾ വലുതായിരിക്കും. ഇപ്പൊ നമ്മളെപ്പോഴും പാപമാണ് വലുത്, പാപമാണ് വലുത്, പാപമാണ് വലുത് എന്നും പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താണ് പറയണേ? കരുണ എപ്പോഴും പാപത്തേക്കാൾ വലുതാണ്. പാപമല്ല വലുത്, കരുണയാണ് വലുത്. പക്ഷെ ആ കരുണ ലഭിക്കാൻ നമ്മൾ അപേക്ഷിച്ചാൽ മാത്രം മതി. അല്ലെ, നമ്മളതിന് ഒന്ന് എന്താ പറയാ, അല്ലേ, അതിനൊന്ന് വഴങ്ങിക്കൊടുത്താൽ മതി. അപ്പൊ നമ്മളിലുള്ള പാപത്തേക്കാൾ വലിയ കരുണ നമ്മളിലേക്ക്, കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകും. അതാണ് അതിൻ്റെ അങ്ങനെയാണ് വെണ്ണ ഉരുകുക എന്ന് പറയുന്നതിൻ്റെയൊക്കെ പൊരുളേ. കരുണ എപ്പോഴും പാപത്തേക്കാൾ വലുതായിരിക്കും. എന്നെ സ്പർശിച്ച രണ്ടാമത്തെ വാക്കാണ് കേട്ടോ അത്. എന്തെന്നാണ്? ഒന്ന്, എന്നെ സ്പർശിച്ചത് ഏറ്റവും ഇപ്പം ഈ ഇതിൽ ഭാഗത്തിൽ എന്നെ സ്പർശിച്ചത് ഏറ്റവും വലിയ ഇതാണ്. പാപികൾ പത്രോസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കും, എന്നിട്ട് പിന്നെ കഠിനമായി കരയുന്നു. അത് എന്നെ വളരെയധികം സ്പർശിച്ചതാണ്. കാരണം എൻ്റെ ജീവിതമാണത്. മനസ്സിലായി? അതിപ്പോൾ സ്പർശിച്ച മറ്റൊരു കാര്യം എന്താണ്? കരുണ എപ്പോഴും പാപത്തേക്കാൾ വലുതായിരിക്കും. അങ്ങനെ രണ്ട് വാക്കുകൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ, ആത്മാവിൽ കയറി കൂടിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എല്ലാം ക്ഷമിക്കുന്ന ദൈവസ്നേഹത്തിന് പരിധി കുറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. കണ്ട, എല്ലാം ക്ഷമിക്കുന്ന ദൈവസ്നേഹത്തിന് പരിധി കുറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവനിലേക്ക് കണ്ണുകൾ പായിക്കുന്നതിലൂടെ, നമ്മിൽ നിന്നും നമ്മുടെ മുറിവുകളിൽ നിന്നും നാം കണ്ണുകൾ ഉയർത്തുന്നതിലൂടെ, ശ്രദ്ധിക്കണേ, അവനിലേക്ക് കണ്ണുകൾ പായിക്കുന്നതിലൂടെ, അല്ലേ, യേശുവിലേക്ക് നമ്മുടെ കണ്ണുകൾ പായിക്കുന്നതിലൂടെ. അപ്പൊ എങ്ങനെയാണ് ആ കണ്ണുകൾ പായിക്കാൻ പറ്റണേ? നമ്മിൽ നിന്നും നമ്മുടെ മുറിവുകളിൽ നിന്നും നാം കണ്ണുകൾ ഉയർത്തുന്നതിലൂടെ. ദൈവകൃപ നമ്മിൽ പ്രവർത്തിക്കാനായി ഒരു ചെറിയ പഴുത് സൃഷ്ടിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ കൊണ്ട് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു. ശ്രദ്ധിച്ചോ? എന്നെ സ്പർശിച്ച മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ പാപങ്ങൾ കൊണ്ട് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇതേ സംഭവം തന്നെയല്ലേ ആദിയിൽ സംഭവിച്ചത്? ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും, അല്ലേ, അനുസരണക്കേടിലൂടെ ചെയ്യാൻ പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ ആ പാപം അവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ ആ പാപം കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അത്ഭുതം പ്രവർത്തിച്ചു. ആ പാപം കൊണ്ട്, ഏദൻ തോട്ടത്തിലുണ്ടായ പാപം കൊണ്ട് എന്ത് ചെയ്തു? അത്ഭുതം പ്രവർത്തിച്ചു. ആ അർത്ഥത്തിലാണ് ഉയിർപ്പ് ബലി തിരുനാളിൻ്റെ തലേരാത്രി, അല്ലേ, ആ തലേരാത്രിയിൽ പെസഹ പ്രഘോഷണം ലത്തീനാരാധന ക്രമത്തിൽ ഇവിടെ ഉണ്ടത്, ഞാനിപ്പോൾ അതെടുത്ത് വായിക്കണില്ല. പെസഹ പ്രഘോഷണത്തിൽ
എന്താണ് ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ആ CCCയിൽ 412 ഖണ്ഡികയിൽ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? ഓ ഭാഗ്യകാരണമായ അപരാധമേ, ഓ ഭാഗ്യകാരണമായ അപരാധമേ, രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. ഇത്ര മഹത്തായ രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. അപ്പോൾ ഉയിർപ്പ് തിരുനാളിൻ്റെ ആ തലേ രാത്രി ആ പെസഹ പ്രഘോഷണത്തിലൂടെ സഭ തന്നെയും ആ നമ്മൾ ഒരിക്കലും നല്ലതെന്ന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ തിന്മയെ നോക്കി സഭ അതിനെ ഉറ്റുനോക്കിക്കൊണ്ട് സഭ ആലപിക്കുകയാണ്. ഓ ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹത്തായ രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. അതാണ് പാപം കൊണ്ട് അവിടുന്ന്, നമ്മുടെ പാപങ്ങൾ കൊണ്ട് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് നോക്കിയേ, എനിക്കത് തികച്ചും എൻ്റെ ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റും. എൻ്റെ പാപങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പാപങ്ങൾ കൊണ്ട് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു. അപ്പം ഈ അർത്ഥത്തിലാണ് ജോസഫിനെ എന്ത് ചെയ്തു? സഹോദരന്മാരെന്ത് ചെയ്തു അല്ലേ? ആദ്യം കുഴിയിലിട്ട് കൊല്ലാൻ നോക്കി. പിന്നെ ബെഞ്ചമിൻ പറഞ്ഞു, കൊല്ലണ്ട, നമ്മുടെ സഹോദരനാണ് അവൻ, കൊല്ലരുത് ഒരിക്കലും, അവൻ്റെ രക്തം ചിന്തരുത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ഈജിപ്തുകാർക്ക് ഇവനെ 20 വെള്ളിക്കാശിന് വിൽക്കുകയാണ്. അങ്ങനെ പിന്നെ എന്തുണ്ടായി എന്നൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ അവിടെ വെച്ച് സഹോദരന്മാരും ജോസഫും കൂടി കണ്ടുമുട്ടുന്ന ആ നിമിഷത്തിൽ ജോസഫ് 50-ാം അധ്യായം 20-ാമത്തെ ഉൽപ്പത്തി 50-ാം അധ്യായം 20-ാമത്തെ വചനം. അപ്പോൾ അവിടെ എന്താ പറയണത്? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. കണ്ടോ? ആ പാപം അല്ലേ, അവർ ചെയ്ത ആ പാപം കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ജോസഫിൻ്റെയും ആ ജനതകളുടെ ഇടയിൽ മുഴുവൻ എന്ത് ചെയ്തു? അത്ഭുതമുണ്ടാക്കി. അത്ഭുതം മനസ്സിലാവുണ്ടോ? അത്ഭുതം സൃഷ്ടിച്ചു. അതൊക്കെ അല്ലേ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഒന്നും കൂടി പോയി നമ്മൾ വായിക്കുമ്പോൾ അത് ഈ അർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. നമ്മുടെ പാപങ്ങൾ കൊണ്ട് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഒരു 3 കാര്യങ്ങൾ ഇനി പറയാണ്ടോ? 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? നാം എന്തായിരിക്കുന്നുവോ അതുകൊണ്ടും, നാം എന്തായിരിക്കുന്നുവോ. ഇപ്പൊ നമ്മളെപ്പോഴും പറയും, ഈ പ്രത്യേകിച്ച് പറയണതാണ് യൂത്തുകൾ എപ്പോഴും പറയും, ഇച്ചിരിയും കൂടി ബെറ്റർ ആയിട്ട് ഞാൻ ധ്യാനത്തിന് പോകാം, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാം, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്. ഞാൻ പറയും, നിങ്ങളിപ്പോൾ ആയിരിക്കണ അവസ്ഥയിൽ പോ കർത്താവിൻ്റെ അടുത്ത്. നിങ്ങളിപ്പോൾ എന്താണോ ആ അവസ്ഥയിൽ നിങ്ങൾ പോ. അല്ലാണ്ട് നിങ്ങൾ കുറച്ചും കൂടി നല്ലതായിട്ട് അങ്ങനെ പോകാനല്ല കർത്താവ് ആഗ്രഹിക്കണം. നാം എന്തായിരിക്കുന്നുവോ അതുകൊണ്ടും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ഒന്നുമില്ലായ്മ കൊണ്ടും. നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടായത് കൊണ്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചതെന്ന് മനസ്സിലാക്കണം. നമ്മൾക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ വിളിച്ചത്. മോശയെ വിളിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ഇസ്രായേൽ ജനത്തെ നയിക്കാൻ മോശയെ വിളിച്ചത് എന്തുകൊണ്ടാണ്? അക്ഷരാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ എന്തുകൊണ്ടായിരുന്നു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതെൻ്റെ തന്നെ ഒരു ഉത്തരവാണ് കേട്ടോ. അതത്ര ഇതാണെന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരു ഉത്തരം എന്താണ് അക്ഷരാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റണത്? ഇസ്രായേൽ ജനത്തെ നയിക്കാൻ മോശയെ കർത്താവ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ആർക്കും ഉത്തരവില്ല അല്ലേ? അവന് നേരെ ചൊവ്വ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയില്ലായിരുന്നു അല്ലേ? മനസ്സിലാവുന്നുണ്ടോ?
മോശ വിക്കനായിരുന്നില്ലേ? അതേപോലെ ജെറമിയ അല്ലേ, ജെറമിയ. അപ്പോൾ ഞാൻ വാക്ചാതുര്യമില്ലാത്തവനും പിന്നെന്താണ് ബാലനുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ബാലനാണെന്ന് നീ പറയരുത്. മനസ്സിലായി? അപ്പോൾ മോശ കർത്താവിനോട് ചോദിച്ചു, ഞാനിതിപ്പോൾ എങ്ങനെ പോയിട്ടാണ് സംസാരിക്കണത്? എനിക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ കർത്താവ് പറയണം, മോശനോട് പറയണം, നീ സംസാരിക്കണ്ട, നിനക്ക് സംസാരിക്കാനുള്ള ആളെയൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. മനസ്സിലായ? ആ കഥയൊക്കെ നമുക്കറിയാം. ഈ സമയത്ത് ആരാണ്? ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? എന്താണ്? നാം എന്തായിരിക്കുന്നുവോ അതുകൊണ്ടും നമ്മുടെ ഒന്നുമില്ലായ്മ കൊണ്ടും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ തന്നെ നികൃഷ്ടത കൊണ്ടും, അതായത് നമ്മുടെ തന്നെ മോശപ്പെട്ട ആ നമ്മുടെ അവസ്ഥ കൊണ്ടും. അങ്ങനെ 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? നാം എന്തായിരിക്കുന്നുവോ. നമ്മൾ എന്താണ് സത്യത്തിൽ? നമ്മൾ ആരാണ് സത്യത്തിൽ? നമ്മൾ പാപികളാണ് സത്യത്തിൽ. അപ്പൊ നമ്മൾ എന്തായിരിക്കുന്നുവോ അതുകൊണ്ടും നമ്മുടെ ഒന്നുമില്ലായ്മ കൊണ്ടും. മൂന്നാമത്തത് നമ്മുടെ തന്നെ നികൃഷ്ടത കൊണ്ടും പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പാപങ്ങൾ കൊണ്ട് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശുശ്രൂഷക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് അതൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്താധാരകളാണ് നമുക്കുള്ളത്. ഓരോരോ കഴിവുകൾ നോക്കി ശുശ്രൂഷകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയുക, പിന്നെ എന്നിട്ടൊന്നും നമ്മൾ സംസാരിക്കണ്ട. ഇനി അടിയിലോട്ട് വരാം. ഞാൻ കാനായിലെ കല്യാണത്തിൽ സംഭവിച്ച അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ യേശുവിനെ അതിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നു അമ്മ. ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ. ഞാൻ കാനായിലെ കല്യാണത്തിൽ സംഭവിച്ച അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ആര്യ ഫ്രാൻസിസ് മാർപ്പാപ്പ. അക്ഷരാർത്ഥത്തിൽ യേശുവിനെ അതിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അമ്മ വലിച്ചിഴക്കുകയായിരുന്നു? എന്തുകൊണ്ടാണ്? വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു. നല്ലതും മികച്ചതുമായ വീഞ്ഞാണിത്. ആചാരപരമായ ശുദ്ധീകരണത്തിനും ഒരാളുടെ ആത്മീയ മാലിന്യങ്ങൾ കഴുകുന്നതിന് ആവശ്യമായ മൺഭരണികളിലെ വെള്ളം ഉപയോഗിച്ചാണ് യേശു ഇത് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ. ഒന്നുമില്ലായ്മയിൽ നിന്നല്ല യേശു വീഞ്ഞുണ്ടാക്കിയത്. കണ്ടോ? ഒന്നുമില്ലായ്മയിൽ നിന്നല്ല യേശു വീഞ്ഞുണ്ടാക്കിയത്. പിന്നെയോ പാപങ്ങൾ കഴുകിക്കളയാനുള്ള വെള്ളമാണ് അതിനുപയോഗിച്ചത്. കണ്ടോ? ഒന്നുമില്ലായ്മയിൽ നിന്നല്ല യേശു വീഞ്ഞുണ്ടാക്കിയത്. അതായത് ഇപ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ എന്താണ്, ഇപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും എല്ലാം അല്ലേ, അതിനൊരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചിരിക്കും. അപ്പം അത് എന്ത് ചെയ്യണം? പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും എല്ലാം കാല് കഴുകണം. മനസ്സിലാവുണ്ടോ? അപ്പം അതൊരു പ്രതീകവും കൂടിയാണ്. മനസ്സിലാവും? മാലിന്യം കഴുകിക്കളയുക എന്നുള്ളതിന്. അപ്പം അതിന് മനസ്സിലാവുണ്ടോ? ആ വെള്ളമാണ് എന്ത്? അതാണ് ആചാരപരമായ ശുദ്ധീകരണത്തിനും ഒരാളുടെ ആത്മീയ മാലിന്യങ്ങൾ കഴുകുന്നതിനാവശ്യമായ മൺഭരണികളിലെ വെള്ളം ഉപയോഗിച്ചാണ് യേശു ഇത് ചെയ്യുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നല്ല യേശു വീഞ്ഞുണ്ടാക്കിയത്. പാപങ്ങൾ കഴുകിക്കളയാനുള്ള വെള്ളമാണ് അതിനുപയോഗിച്ചത്. അതായത് അശുദ്ധി നിറഞ്ഞ ജലം. കണ്ടോ? അതായത് നമ്മുടെ പാപങ്ങൾ കൊണ്ട് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ തുടർച്ചയാണ് ഈ കാനായിലെ കല്യാണ വിരുന്നിൽ അവനുണ്ടാക്കിയ വീഞ്ഞ്. അത് അശുദ്ധി നിറഞ്ഞ വെള്ളത്തിൽ നിന്നാണ്, ജലത്തിൽ നിന്നാണ് ആ വീഞ്ഞുണ്ടാക്കിയത്. എന്ന് പറയുമ്പോൾ അത് അശുദ്ധി നിറഞ്ഞ വെള്ളമാണെന്നല്ല. മനസ്സിലാവുണ്ടോ?
പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ, തെറ്റിദ്ധരിക്കരുത്. അത് ചീത്ത വെള്ളം അല്ല, മനസ്സിലായോ? മാലിന്യങ്ങൾ അല്ലേ, ആത്മീയ എന്താണ് ഇവിടെ ഒരാളുടെ ആത്മീയ മാലിന്യങ്ങൾ, ആചാരപരമായ ശുദ്ധീകരണം. അതോടൊപ്പം തന്നെ ഒരാളുടെ ആത്മീയ മാലിന്യങ്ങൾ കഴുകുന്നതിന് ആവശ്യമായ ഭരണികളിലെ വെള്ളം ഉപയോഗിച്ചാണ് യേശു ഇത് ചെയ്യുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നല്ല യേശു വീഞ്ഞുണ്ടാക്കിയത്. പിന്നെയോ പാപങ്ങൾ കഴുകിക്കളയാനുള്ള വെള്ളമാണ് അതിനുപയോഗിച്ചത്. അതായത് അശുദ്ധി നിറഞ്ഞ ജലം തന്നെ. നമുക്ക് അശുദ്ധമായി തോന്നുന്ന കാര്യങ്ങൾ കൊണ്ട് അവിടുന്ന് അങ്ങനെ ചെയ്യുന്നു. കണ്ടോ, നമുക്ക് അശുദ്ധി എന്ന് തോന്നുന്ന കാര്യങ്ങൾ കൊണ്ട്, നമുക്ക് അശുദ്ധി നിറഞ്ഞ കാര്യങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്, ഇല്ലേ? നമുക്ക് അശുദ്ധി നിറഞ്ഞ നമുക്ക് അശുദ്ധി എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അശുദ്ധി എന്ന് തോന്നുന്ന വസ്തുതകൾ, അല്ലെങ്കിൽ അശുദ്ധി എന്ന് തോന്നുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ അശുദ്ധി എന്ന് തോന്നുന്ന വ്യക്തികൾ, അല്ലേ, തോന്നുന്ന കാര്യങ്ങൾ കൊണ്ട് അവിടുന്ന് അങ്ങനെ ചെയ്യുന്നു. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ അശുദ്ധി ചീത്തയാണ്, കൊള്ളൂല, അതുകൊണ്ട് ഒരു കാര്യമില്ല, ഗുണമില്ല എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളെ കൊണ്ട്, അല്ലേ, വ്യക്തികളെ കൊണ്ട്, വസ്തുക്കളെ കൊണ്ടെല്ലാം ദൈവം എന്ത് ചെയ്യും? അത്ഭുതം പ്രവർത്തിക്കും. റോമാക്കാർക്കുള്ള കത്തിൽ പൗലോസ് അപ്പസ്തോലൻ 5-ാം അധ്യായം 20-ാമത്തെ വചനം, അപ്പൊ അതില് പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ടല്ലോ, അല്ലേ? ആ വചനം ഇനി എടുത്ത് വായിക്കണില്ല, അതറിയാലോ. പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം എന്താണ്? 5-ാം അധ്യായം 20-ാമത്തെ വചനം. സഭാ പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ അംബ്രോസ് പറയുന്നു, നമ്മുടെ ഉപദ്രവത്തേക്കാൾ കുറ്റം ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കണ്ടോ, അവിടെ എഴുതിയേക്കുന്നുണ്ടോ? നമ്മുടെ ഉപദ്രവത്തേക്കാൾ കുറ്റം ചെയ്യുന്നതാണ് നല്ലതെന്ന്. നമുക്ക് എന്ത് മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഒരു രീതി വരണുണ്ടോ അവിടെ? അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഉപദ്രവത്തേക്കാൾ കുറ്റം ചെയ്യുന്നത്, അത് ട്രാൻസ്ലേഷൻ്റെയൊക്കെ ഒരു പോരായ്മയാണ്, മനസ്സിലാവണം. നമ്മുടെ ഉപദ്രവത്തേക്കാൾ കുറ്റം ചെയ്യുന്നതാണ് നല്ലത്, കാരണം അത് നമ്മെ വീണ്ടെടുക്കാനുള്ള ദിവ്യകാരുണ്യത്തിന് അവസരമൊരുക്കി. ദ ഇൻസ്റ്റിറ്റ്യൂഷനെ വിർജിനീസ് എന്നൊരു പ്രബോധനം, അപ്പം അത് 104-ാമത്തെ. എന്നിട്ട് രക്ഷിക്കാൻ കൂടുതൽ മനുഷ്യർ ഉണ്ടായിരിക്കണമെന്നും ആദം മാത്രം കുറ്റമറ്റവനായി ശേഷിക്കുന്നതിന് പകരം, കണ്ടോ, രക്ഷിക്കാൻ കൂടുതൽ മനുഷ്യരുണ്ടായിരിക്കണം, ആദവും ഹവ്വയും മാത്രം പോരാ, അല്ലേ? രക്ഷിക്കാൻ കൂടുതൽ മനുഷ്യരുണ്ടായിരിക്കണമെന്നും ആദം മാത്രം കുറ്റമറ്റവനായി ശേഷിക്കുന്നതിന് പകരം, ആദം മാത്രം, അല്ലേ, കുറ്റമറ്റവനായി ശേഷിക്കുന്നതിന് പകരം കൂടുതൽ പേരോട് ക്ഷമിക്കാൻ കഴിയണമെന്നും ദൈവം ആഗ്രഹിച്ചു. ഇതിൻ്റെയൊക്കെ ആ വാക്കുകളുടെയൊക്കെ ഒരു വ്യത്യസ്ത, അല്ലേ, ഒരു പ്രത്യേകത തോന്നണുണ്ടോ ഇല്ലയോ? അപ്പം അത് ട്രാൻസ്ലേഷൻ്റെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ കാഠിന്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കണമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അത് ദ പാരഡൈസോ എന്ന ഇതിൽ ഡോക്യുമെന്റിൽ നിന്നാണ് 47-ാമത്തെ ഖണ്ഡികയിൽ. എന്നിട്ട് പിന്നെ 7-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് കുട്ടികളെ കരുണ പഠിപ്പിക്കാനാവുക? എങ്ങനെയാണ് കുട്ടികളെ കരുണ പഠിപ്പിക്കാനാവുക? ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കുകയാണ് ചോദ്യം. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരം പറയാണ്, സുവിശേഷത്തിലെ കഥകളും ഉപമകളും ഉപയോഗിച്ചുകൊണ്ട് അവരുമായി സംസാരിക്കുന്നതിലൂടെ. അപ്പം 4 കാര്യങ്ങൾ പറയണം. അപ്പം എന്തെന്നൊക്കെയാണ് ഇപ്പോൾ എന്തെന്നാണ് ചോദ്യം? ചോദ്യം എന്താണ്? എങ്ങനെയാണ് കുട്ടികളെ കരുണ പഠിപ്പിക്കാനാവുക? ചോദ്യം. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരം പറയണം. ഒന്നെന്താണ്? സുവിശേഷത്തിലെ കഥകളും ഉപമകളും ഉപയോഗിച്ചുകൊണ്ട് അവരുമായി സംസാരിക്കുന്നതിലൂടെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ, അല്ലേ, സംവാദത്തിലൂടെ, പ്രത്യേകിച്ച് സുവിശേഷത്തിലൂടെ.
കഥകളും ഉപമകളും ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുമായി സംസാരിക്കുന്നതിലൂടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? എല്ലാറ്റിനും ഉപരിയായി അവർ കരുണ അനുഭവിക്കുന്നതിലൂടെ. കണ്ടോ, എല്ലാറ്റിനും ഉപരിയായി അവർ കരുണ അനുഭവിക്കണം. അതായത് നമ്മൾക്ക് ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ കരുണ അവരിലേക്ക് ഒഴുകുന്നില്ലെങ്കിൽ അവരെങ്ങനെ ഈ കരുണ അനുഭവിക്കും? അങ്ങനെയുള്ള കുട്ടികളോട് കരുണയെക്കുറിച്ച് എങ്ങനെ നമുക്ക് പഠിപ്പിക്കാനാവും? മനസ്സിലാവണമെന്ന് വിചാരിക്കണം. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം എന്താണ്? എല്ലാറ്റിനും ഉപരിയായി അവർ കരുണ അനുഭവിക്കണം. അതാണ് ഞാൻ തോമസ് പോൾ എന്ന് പറഞ്ഞ മനുഷ്യനിൽ നിന്ന് ശരിക്ക് അനുഭവിച്ചത്. അതാണ് ഈ പറഞ്ഞ കാര്യമാണ് കരുണ. എനിക്ക് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ട ഒരു നിമിഷം എനിക്ക് പറയാനില്ല. ദേഷ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു നിമിഷം എനിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതാണ് കരുണ അനുഭവിച്ചപ്പോഴാണ് നമുക്ക് ആർക്കെങ്കിലും കരുണ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അല്ലേ നമ്മുടെ നിന്നൊക്കെ അങ്ങനെ കൊടുക്കാൻ ഇത്തിരിയെങ്കിലും പറ്റിയത്. അങ്ങനെയാണ്. വലിയ കരുണയൊന്നും എന്നിൽ നിന്നും ഒഴുകണമെന്നൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ഇത്തിരിയെങ്കിലും അത് പോകുന്നുണ്ടെങ്കിൽ അത് ഈ കരുണ അനുഭവിച്ചത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അത് പഠിച്ചത് കൊണ്ടല്ല. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണ്? സുവിശേഷത്തിലെ കഥകളും ഉപമകളും ഉപയോഗിച്ചുകൊണ്ട് അവരുമായി സംസാരിക്കുന്നതിലൂടെ. രണ്ടാമത്തെ കാര്യം എല്ലാറ്റിനും ഉപരിയായി അവർ കരുണ അനുഭവിക്കുന്നതിലൂടെ. മൂന്നാമത്തെ കാര്യം എന്താണ്? ജീവിതത്തിൽ ചിലപ്പോൾ നാം തെറ്റ് ചെയ്യാമെന്നും വീഴുമെന്നും അവരെ പഠിപ്പിക്കുന്നതിലൂടെ. കണ്ടോ? ജീവിതത്തിൽ ചിലപ്പോൾ നാം തെറ്റ് ചെയ്യാമെന്നും വീഴുമെന്നും അവരെ പഠിപ്പിക്കുന്നതിലൂടെ. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് ഇങ്ങനെ പറയും എപ്പോഴും. എന്തു പറയും? നീ തെറ്റ് എന്തെങ്കിലും ചെയ്തത് അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അത് നീ എന്നോട് തുറന്ന് പറഞ്ഞോ? മനസ്സിലായോ? തുറന്ന് പറഞ്ഞോ? അത് മനസ്സിലായോ? തെറ്റ് ചെയ്തത് വിഷയമല്ല. അത് വിഷയമല്ല എന്ന് വെച്ചാൽ അങ്ങനെ അവനെ പ്രോത്സാഹിപ്പിക്കുകയല്ല തെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഉടനെ നമുക്ക് ചോദ്യം വരുവേ, അപ്പോൾ പ്രോത്സാഹിപ്പിക്കണമല്ലേ അല്ലേ കുട്ടികളെ? പ്രോത്സാഹിപ്പിക്കണമെന്നല്ല. ഒരപ്പനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? ഒരു കുട്ടീനെ മകൻ അപ്പൻ്റെ മക്കളെ തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? യഥാർത്ഥ അപ്പന് പറ്റുമോ? അപ്പം അങ്ങനെ അല്ല. പക്ഷേ നീ തെറ്റ് ചെയ്തെങ്കിൽ ചെയ്തു, ഓക്കെ. പക്ഷെ അത് തുറന്ന് പറയുന്നതിലാണ് അവിടെ അല്ലേ, അതിൽ നിന്ന് പിന്തിരിയുന്നതിലൊക്കെയാണ് ദൈവികത. തെറ്റ് ചെയ്തത് മാനുഷികമാണ്. പക്ഷെ അതിൽ നിന്ന് പിന്തിരിയാനും അത് തിരുത്തലും അതിനെ ഏറ്റുപറയുകയൊക്കെ ചെയ്യുന്നതാണ് ദൈവികത. അപ്പോൾ എന്താണ് മൂന്നാമത്തെ കാര്യം? ജീവിതത്തിൽ ചിലപ്പോൾ നാം തെറ്റ് ചെയ്യാമെന്നും വീഴുമെന്നും അവരെ പഠിപ്പിക്കുന്നതിലൂടെ. അപ്പോൾ നമ്മളിനി വീഴൊന്നുമില്ല, നമ്മൾ നല്ല കറക്റ്റ് ആധ്യാത്മിക ശക്തി തന്നെ ഇങ്ങനെ തന്നെ പോകൂട്ടോ എന്നൊന്നും നമ്മൾ പറഞ്ഞേക്കരുത്. അവരെയും പറഞ്ഞു കൊടുക്കരുത്, അവർക്കും പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ വീഴും. മനസ്സിലാവുന്നു? നാലാമത്തെ കാര്യം എന്താണ്? എന്നാൽ ഇല്ല, മൂന്നാമത്തെ കാര്യം പഠിപ്പിക്കും. നാലാമത്തെ കാര്യമാണ് എന്നാൽ എപ്പോഴും വീണിടത്തു നിന്ന് എഴുന്നേൽക്കുകയാണ് പ്രധാനമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നാലാമത്തെ കാര്യം കണ്ടോ, വീഴുക എന്നുള്ളത് വിഷയമല്ലെന്നേ, എണീക്കുക എന്നുള്ളതാണ് വിഷയം. വീഴുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്, മാനുഷികമാണ്. വീഴുക എന്നുള്ളത് മാനുഷികമാണ്. പക്ഷെ എഴുന്നേൽക്കുക എന്നുള്ളത് ദൈവികമാണ്. അതിന് നമ്മൾ ദൈവത്തിനെ അനുവദിക്കണം. നമ്മളെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തെ അനുവദിച്ചാൽ മതി. നമ്മളെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തെ നമ്മൾ അനുവദിക്കണം. അനുവദിക്കാതിരിക്കുന്നതാണ് ഈ വെണ്ണ ഉരുകുകയില്ല എന്ന് പറഞ്ഞതും. അനുവദിക്കാതിരിക്കുകയാണ് ഈ സ്വയം നമ്മുടെ മുറിവുകളെ സ്വയം നക്കിക്കൊണ്ടിരിക്കുന്നവരാകരുതെന്നും ഒക്കെ പറയണതിൻ്റെ അർത്ഥം. നമ്മൾ വീണതിൽ ആകരുത് നമ്മളുടെ വിഷമിക്കണം കേട്ടോ. തീർച്ചയായിട്ടും ലജ്ജയും വിഷമവും ഒക്കെ ഉണ്ടാവണം. പക്ഷേ വീഴ്ചയോടൊപ്പം തന്നെ എന്താണ്, അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിലാണ് ആ ദൈവത്തിൻ്റെ കരുണയുടെ ആലിംഗനത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് നമുക്ക് ഇടയാകണത്. അല്ലെങ്കിൽ ആ കരുണയുടെ ആലിംഗനം നമുക്ക് അനുഭവിക്കാനാകില്ല.
അപ്പം 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. എന്ത് ശ്രദ്ധിച്ചോ? 4 കാര്യങ്ങൾ എന്തൊക്കെയാണ് സുവിശേഷത്തിലെ? അപ്പം എങ്ങനെയാണ് കുട്ടികളെ കരുണ പഠിപ്പിക്കാനാവുകയും? ഇത് നമ്മളാകുന്ന അപ്പനും അമ്മക്കൊക്കെ ബാധകമാണ്, മനസ്സിലായ? സുവിശേഷത്തിലെ കഥകളും ഉപമകളും ഉപയോഗിച്ചുകൊണ്ട് അവരുമായി സംസാരിക്കുന്നതിലൂടെ. രണ്ടാമത്തെ കാര്യം എന്താണ്? എല്ലാറ്റിനും ഉപരിയായി അവർ കരുണ അനുഭവിക്കുന്നതിലൂടെ. അപ്പം ഇതെല്ലാം പഠിപ്പിച്ചിട്ട് കാര്യമില്ല, നമ്മളിൽ നിന്ന് തന്നെ അവർക്ക് കരുണ ലഭിക്കാനിടയാകണം. അപ്പം ഇന്ന് തന്നെ എന്തെങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചൂരലെടുത്ത് 2 അടി ഉറപ്പായിട്ടും ഇന്ന് കുട്ടികളുള്ളവരുടെ വീട്ടിൽ ശ്രദ്ധിക്കണേ കേട്ടോ, ശ്രദ്ധിച്ചോ. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഇത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കാനിടയുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കാനാണ് കർത്താവ്. അപ്പം നമ്മൾ അവിടെ എന്താ ചെയ്യാൻ പോണേ, അവിടെ എന്താ നമ്മൾ ചെയ്യാൻ പോണത് മനസ്സിലാവണ്ട. അപ്പോൾ ഒന്നെന്താണ്? സുവിശേഷത്തിലെ കഥകളും ഉപമകളും ഉപയോഗിച്ചുകൊണ്ട് അവരുമായി സംസാരിക്കുന്നതിലൂടെ. രണ്ടാമത്തെ കാര്യം എല്ലാറ്റിനും ഉപരിയായി അവർ കരുണ അനുഭവിക്കുന്നതിലൂടെ. മൂന്നാമത്തെ കാര്യം ജീവിതത്തിൽ ചിലപ്പോൾ നാം തെറ്റ് ചെയ്യാമെന്നും വീഴുമെന്നും അവരെ പഠിപ്പിക്കുന്നതിലൂടെ. നാലാമത്തെ കാര്യം എന്താണ്? എന്നാൽ എപ്പോഴും വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ് പ്രധാനമെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. വീഴുന്നത് പ്രധാനപ്പെട്ടതല്ല, പോട്ടെ, മനസ്സിലായോ? അത് വിട്ടേക്ക്. എഴുന്നേൽക്കണതാണ് പ്രാധാന്യം, അതിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഇനി ഇതിൽ കൂടുതൽ എന്ത് പ്രത്യാശയാണ് നമുക്ക് കർത്താവ് തരാനുള്ളത്? വീണ നീ എഴുന്നേറ്റാ മതി, മനസ്സിലായോ? വീണ നീ എഴുന്നേറ്റാ മതി. ഇനി ഇതിൽ കൂടുതൽ എന്ത് പ്രത്യാശയാണ് നമുക്ക് ദൈവം തരാനുള്ളത്? കുടുംബം എന്നത് നമുക്ക് ഏറെ സമീപസ്ഥമായിട്ടുള്ള ആശുപത്രിയാണ്. കണ്ടോ, കുടുംബം ഒരാശുപത്രിയായിട്ട് പരിശുദ്ധ മാർപ്പാപ്പ പിതാവ് എന്താണ് അല്ലേ, ഒരാശുപത്രിയായിട്ട് അതിനെ എന്താ പറയാ, അതിനെ പറഞ്ഞു വയ്ക്കുക. അപ്പം ആശുപത്രി എന്താണ് ശരിക്ക്? എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ? ചികിത്സ അല്ലേ? കുടുംബം എന്നത് നമുക്ക് ഏറെ സമീപസ്ഥമായിട്ടുള്ള ആശുപത്രി, നമുക്ക് ഏറെ സമീപസ്ഥമായിട്ടുള്ള, ഏറെ സമീപസ്ഥം, ഏറ്റവും അടുത്ത് അല്ലേ ആയിട്ടുള്ള ആശുപത്രിയാണ്. ആരെങ്കിലും രോഗിയായാൽ ഇവിടെ പരിചരിക്കപ്പെടണം, അവിടെ പരിചരിക്കപ്പെടണം. മനസ്സിലാവുണ്ടോ? സാധ്യമായിടത്തോളം കുട്ടികൾക്ക് കുടുംബമാണ് പ്രഥമ വിദ്യാലയം. യുവജനങ്ങൾക്ക് അത് സദാ അറിവ് ലഭിക്കുന്ന കേന്ദ്രമാകണം. പ്രായമായവർക്കാകട്ടെ അത് മികച്ച ഭവനമായിരിക്കണം. കരുണയുടെ പ്രഥമ വിദ്യാലയമാകണം അത്. കാരണം അവിടെയാണ് നാം സ്നേഹിക്കപ്പെടുന്നതും സ്നേഹിക്കാൻ പഠിക്കുന്നതും. അവിടെയാണ് നാം ക്ഷമിക്കുന്നതും ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നതും. ഇനി വായിക്കണത് അതും ഇതെല്ലാം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ അത് ഒരുപാട് പറഞ്ഞ് പിന്നെ നമ്മളതിന് നേരം കളയാൻ ഞാനില്ല. അതുകൊണ്ട് ഞാൻ ഏറെക്കുറെ കാര്യങ്ങൾ പിന്നെ പറയാത്തത്. പിന്നെ അടിയിലോട്ട് വായിക്കണം, ശ്രദ്ധിച്ചോ. മയക്കുമരുന്നിന് അടിമയായ മകന് വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിനായി ജോലി ചെയ്ത് തളർന്നു വരുന്ന ഒരമ്മയുടെ കണ്ണുകളെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. കണ്ടോ, മയക്കുമരുന്നിന് അടിമയായ മകന് വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിനായി ജോലി ചെയ്ത് തളർന്നു വരുന്ന ഒരമ്മയുടെ കണ്ണുകളെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. തൻ്റെ മകൻ തെറ്റുകാരനാണെന്നറിഞ്ഞിട്ടും തെറ്റുകാരനായിരുന്നിട്ടും ആ അമ്മ അവനെ സ്നേഹിക്കുന്നു. കണ്ടോ, ഇതിൽ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവണേ എന്നുള്ളതാണ്. ഇത് ഞാനിപ്പോഴും പറയാം, എനിക്ക് എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അളവുകോലനുസരിച്ചിട്ടും എനിക്ക് പരിമിതിയുണ്ട്. ചില വാക്ക് എനിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് അതിനുള്ള കഴിവില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ എനിക്ക് ഈ വാക്കുകളെ പറഞ്ഞ് തരാൻ എനിക്ക് കഴിവില്ല. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് നിങ്ങൾ നോക്കിയേ, ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒന്നും കൂടി വായിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഞാനിപ്പോൾ വീണ്ടും ഈ അടിയിലേക്ക് വായിച്ചത് ഓടിച്ചാണ് വായിച്ചത്.
അവിടെയൊക്കെ കുറേ കാര്യങ്ങൾ ഇനിയും വേണമെങ്കിൽ നമ്മൾ ഈ സമയത്തിൻ്റെ ഒരു ഇതും കൂടിയും വെച്ചിട്ട് പറയണത് കൊണ്ടിട്ട് നമ്മളിങ്ങനെ ആ ഒരു ഇതിൽ ഒതുക്കി നിർത്തണതാണ്. ഇത് ഒന്നും നിങ്ങൾ വില കുറച്ച് കാണരുത്, സീരിയസ് ആയിട്ട് എടുക്കണം. മനസ്സിലാവണ്ടോ? ആധ്യാത്മികമായിട്ട് ജീവിക്കാനും വളരാനും ആഗ്രഹിക്കണവർ എടുത്താണ് കേട്ടോ ഞാൻ പറയണത്. അല്ലാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലാത്തവർക്ക് അവരുടെ അക്കൗണ്ടും അവരുടെ അക്കൗണ്ടിലുള്ള സാമ്പത്തികവും അല്ലേ, അവരുടെ മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ മതി. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അക്കൗണ്ട് മാത്രം അല്ല നമ്മുടെ ശ്രദ്ധയിലുള്ളത്. നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം ഇതാണുള്ളത്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് അക്കൗണ്ടിലേക്ക് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇത് വില കുറച്ച് കാണരുതെന്ന് പറയാണെന്ന് ഞാൻ നിങ്ങളോട്. അപ്പം ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തണേണ്. ഇത് ഈ അവസാനം 7ാമത്തെ ചോദ്യം അത് കുറേ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഇനി പറയാനുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാനതിപ്പോൾ ഓടിച്ച് പറഞ്ഞത് നിർത്തിയതാണ്. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ സാരാംശം, അതിൻ്റെ ഒരു പൊരുളും ഒക്കെ കിട്ടിക്കാണുമല്ലോ. ബാക്കി നമ്മൾ രാവിലെ എണീറ്റ് ജ്ഞാനത്തിലൂടെ പ്രാർത്ഥിക്കുന്നതിലൂടെ, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ ഇതെല്ലാം കൂടുതൽ വെളിവായി കിട്ടും. കുറേ രഹസ്യങ്ങൾ. ഇപ്പം എനിക്ക് മാത്രം, ഒരാൾക്ക് മാത്രമേ രഹസ്യം കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല. അത് ദൈവം ആർക്ക് തരാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാം കർത്താവ് കൊടുക്കും. അപ്പം ആര് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്നുവോ അവർക്ക് കർത്താവ് ജ്ഞാനം കൊടുക്കും. മനസ്സിലാവണം? അപ്പം ആ വെളുപ്പിന് എണീറ്റ് പ്രാർത്ഥിച്ച് അങ്ങനെ ഇതൊക്കെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അതിന് കൂടുതൽ അർത്ഥതലങ്ങളും അതിന് കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ കൂടുതൽ അതിനെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും. ഇപ്പം ഞാൻ ജ്ഞാനത്തിന് വേണ്ടി രാവിലെ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിന്നിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഇതെടുത്ത് വായിക്കണതും ഇതെടുത്ത് വായിക്കുമ്പോൾ എനിക്ക് കിട്ടണതും സാധാരണ വെറുതെ ഇരിക്കുമ്പോൾ എടുത്ത് വായിക്കുമ്പോൾ കിട്ടണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എന്തെന്നാണ് ഞാൻ പറഞ്ഞത്? ഞാൻ രാവിലെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലേ, കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഈ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എടുത്ത് വായിക്കാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ വായിക്കാനിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടണതും സാധാരണ നമ്മൾ ഓടി വന്നിട്ട് വായിക്കാനിരിക്കുമ്പോൾ കിട്ടണതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. അപ്പോൾ അതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. മനസ്സിലാവണ്ടോ? അപ്പം അത് ജ്ഞാനത്തിന്, ആ വെളുപ്പിനെ ഉള്ള പ്രാർത്ഥനയ്ക്കും, അപ്പം ജ്ഞാനത്തിന് വേണ്ടി ഉച്ചക്ക് 12 മണിക്ക് പ്രാർത്ഥിച്ചാൽ പോരെ? മതി, അത് മതി. പക്ഷെ രാവിലെ കിട്ടേണ്ട ജ്ഞാനം കിട്ടില്ല. രാവിലെ കിട്ടേണ്ട ജ്ഞാനം ഉച്ചക്ക് കിട്ടില്ല. അതാണ് മനസ്സിലാവണ്ടോ? ഓരോരുത്തരുടെ ചോദ്യങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ രാവിലെ തന്നെ പ്രാർത്ഥിക്കണം. ഒരു 5 മണിക്ക്, 6 മണിക്ക്, 7 മണിക്ക്, 8 മണിക്ക്, 9 മണിക്ക്, 10 മണിക്കൊക്കെ പ്രാർത്ഥിച്ചാൽ പോരെ? മതി. നമ്മളെ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇടാൻ പോണത് നമ്മൾ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ സമയം. അതിനൊരു സമയപരിധി ഇല്ലേ? ആ സമയപരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ പൈസ ഇടാൻ പറ്റുമോ? അപ്പോൾ ഇപ്പം അതിന് വേറെ പല സംവിധാനങ്ങളുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയാനാണ് ഒരു ഉദാഹരണമായിട്ടേ നമ്മൾ ചിന്തിച്ച്. പണ്ടൊക്കെ മനസ്സിലായോ, ഇന്നത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് ബാങ്കിൽ ഇത്തിരി ഡിപ്പോസിറ്റ് പൈസ ഇടണം, അല്ലെങ്കിൽ ഒരാൾക്ക് പൈസ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോയാൽ ഇടാൻ പറ്റുമോ? അതിനൊരു ടൈമുണ്ട്. ആ ടൈമിന് ചെന്ന് കഴിഞ്ഞാൽ ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ഇടാൻ പറ്റില്ല എന്ന് പറയും അല്ലേ? ഇടാൻ പറ്റില്ല എന്നല്ല, നമുക്ക് സാധിക്കില്ല, നമുക്ക് തിരിച്ചു പോരേണ്ടി വരും. അപ്പം അത് എന്ന പോലെയാണ്. അപ്പം ആ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടണ ജ്ഞാനം അത് കിട്ടില്ല 12 മണിക്ക് ഉച്ചക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടണം. ഇതൊക്കെ എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എന്തിനാണ് നിങ്ങളോട് പറയണേന്ന്. നിങ്ങളിൽ പല ആൾക്കാരും എനിക്ക് തോന്നുന്നു ഈ ജ്ഞാനത്തിന് വേണ്ടിയൊക്കെ ശരിക്കും പ്രാർത്ഥിക്കണില്ല എന്ന് മുഴുവനായിട്ട് ഞാൻ പറയണില്ല. എന്തോ എവിടെയൊക്കെയോ ഒരു പോരായ്മയുണ്ട് എന്ന് തോന്നണം. എനിക്കറിയില്ല. ഇനി അത് ഇപ്പം പറഞ്ഞ കാര്യം എൻ്റെ പോരായ്മയാണോ എന്നും എനിക്കറിയില്ല. ഞാനത് എന്താ പറയുക, എനിക്കങ്ങനെ തോന്നണേണ് മനസ്സിൽ.
നിങ്ങൾ കൂടുതൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് കൂടുതൽ. ഇപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടിനി കൂടുതൽ വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഇനി പോകും. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഈ ജ്ഞാനം പോരാ, കൂടുതൽ ജ്ഞാനം വേണം. ഈ പ്രബോധനം മനസ്സിലാക്കാൻ പറ്റിയ ജ്ഞാനമല്ല, ഇനി ഇതിലും വലിയ പ്രബോധനം വരുമ്പോൾ അവിടെ കൂടുതൽ ജ്ഞാനം വേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ്. അപ്പം എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ രഹസ്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരാൻ യേശോയും പരിശുദ്ധാത്മാവും പ്രാർത്ഥിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങളെ കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ കർത്താവ് വീണ്ടും അതിനെയും ചെയ്യട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പോകല്ലേ, ഞാനതൊന്ന് കട്ട് ചെയ്ത് തരട്ടെ.